بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وأصحابه الفائزين برضوان الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم مولاي. أنت الحبيب الذي ترجى شفاعته عند الصراط إذا ما زلت القدم مولاي. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد مولاي صل وسلم. الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي. إزابزكم بدوالي منظور دعا کرنا جب وقت نزا آئے دیدار عطا کرنا. الصلاة على النبي الشفيع الأبطاحي والحبيب العربي والحبيب العربي. ميم قبر أثيري में घबराऊंगा जब तन्हा. मेम कब्र अथेरी में घबराऊंगा जब तन्हा. इमदाद मेरे करने आ जान
رسول الله الصلاة على النبي والحبيب العربي والحبيب العربي ഈമാൻ മടങ്ങും ത്വയ്ബ ആ മണ്ണിനെന്തൊരു ത്വയ്ബ ഇശ്ഖിൻ്റെ അഹ്ലിനു കഅബ ഇത് ആലമിൻ്റെ ഖൽബ ഇർതകബ്തു അലൽ ഖത്താ غير حسر وعادات لك أشكو فيه يا سيدي خير النبي الصلاة على النبي الشفيع الأبطاحي والحبيب العربي والحبيب العربي والحبيب العربي സർവാദരണീയരായ ഈ മഹലിൻ്റെ ആത്മീയ നേതൃത്വം ബഹുമാനപ്പെട്ട ഉസ്മാൻ റാസി ഹൈതമി ബാക്കവി ഉസ്താദ് അവറുകൾ, ഈ ഉറൂസ് കമ്മിറ്റിയുടെ അഭിവന്യരായ നേതൃത്വങ്ങൾ, മഹലിൻ്റെ പരിപാലന സമിതി അംഗങ്ങൾ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സർവാധരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഒരുമിച്ചുകൂടൽ അല്ലാഹു അവൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട ഒരുമിച്ചുകൂടലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരുമാറാകട്ടെ. നമ്മുടെയൊക്കെയും ജീവിതം അല്ലാഹു ബറക്കത്തിലും സന്തോഷത്തിലും റാഹത്തിലുമാക്കി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, നാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഖബറിലാണ്. അല്ലാഹു അവരുടെയൊക്കെ ഖബറുകൾ സ്വർഗ്ഗപൂങ്കാവനമാക്കി നൽകുമാറാകട്ടെ. നമ്മയും അവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ എല്ലാവരുടെയും നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അല്ലാഹു ഒന്നിച്ചു കൂട്ടിത്തരട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിൽ മറപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കറാമത്തുകൾ കൊണ്ട് നമ്മുടെയും നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകളുടെയുമൊക്കെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ മഹദി അവറുകളുടെ ഉറൂസ് മുബാറക്കിൻ്റെ ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മഹാന്മാരായ ഔലിയാക്കളുടെ വഴിയും അവരുടെ ജീവിതങ്ങളും അവരുടെ ഓർമ്മകളും അവരുമായി ബന്ധപ്പെട്ട അപദാനങ്ങളുമെല്ലാം വിശ്വാസികളാകുന്ന സമൂഹത്തിന് ഓരോ കാലത്തും അവരുടെ മുന്നിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും മുന്നോട്ട് ജീവിക്കാനുമുള്ള പ്രചോദനങ്ങളാണ്. നമ്മുടെ മുന്നേ കഴിഞ്ഞുപോയവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ച് അവൻ്റെ വിധിവിലക്കുകളെ പിൻപറ്റി അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിൽ അവരുടെ ചലന നിശ്ചലനങ്ങളെ ചിട്ടപ്പെടുത്തി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ നേരങ്ങളും അവരുടെ സമയങ്ങളും അവരുടെ ഓർമ്മകളും അവരുടെ ചിന്തകളുമെല്ലാം നീക്കിവെച്ച് ജീവിച്ചു കഴിഞ്ഞുപോയ ആളുകളുടെ ഓർമ്മകൾ എല്ലാ കാലത്തും നമ്മുടെ മുന്നിലുള്ള മാതൃകകളാണ്. വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹീം, മഹാന്മാരായ മുൻഗാമികളുടെ അനുസ്മരണം, അവരുടെ ഉറൂസുകൾ, അവരുടെ അപദാനങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ
അവയെ പുതുക്കാൻ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാരുടെ ഓർമ്മകളെ അള്ളാഹുവിൻ്റെ കലാം നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുന്നു. മഹാനരായ സയ്യിദുനാ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നിങ്ങൾ ഓർക്കൂ. മഹാനായ കലീമുല്ലാഹി മൂസ പ്രവാചകരെ നിങ്ങൾ ഓർക്കുകയും അവിടുത്തെ ജീവിത പാഠങ്ങളെ പഠിക്കുകയും ചെയ്യൂ. മഹാനരായ സയ്യിദുനാ ഈസ അലൈഹിസ്സലാം അവിടുത്തെ ജീവിതങ്ങളെയും അവിടുത്തെ ചുറ്റുപാടുകളെയും നിങ്ങൾ മനസ്സിലാക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നുബൂവത്ത് കൊടുത്ത് ആദരിച്ച മഹാരഥന്മാരായ പ്രവാചകന്മാരെ മാത്രമല്ല, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജീവാർപ്പണം ചെയ്ത ഔലിയാക്കളുടെ ചരിത്രത്തെയും ഖുർആൻ പറഞ്ഞു തരുകയാണ്. സയ്യിദത്തുനാ ബീവി മറിയം റളിയല്ലാഹു അൻഹയെ പറയാൻ പരിശുദ്ധമായ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ നബിയായിരുന്നില്ല. മഹദിയവറിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ അനുഭവിച്ച ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അർപ്പിച്ചു ജീവിതം നയിച്ചതിൻ്റെയും അടയാളങ്ങൾ പരിശുദ്ധമായ ഖുർആൻ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ പറയുന്നു എന്ന് മാത്രമല്ല, ومريم ابنة عمران التي أحسنت فرجها فنفخنا فيه من روحنا فصدقت بكلمات ربها وكتبه وكانت من القانتين. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളെ നീക്കിവെക്കുകയാണ്. മഹദിയവറുകളുടെ കറാമത്തുകൾ പറയാൻ സൂറത്തു ആലു ഇമ്രാൻ മറിച്ചാൽ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കറാമത്തു കാണാം. മറിയം ബീവി നബിയല്ലല്ലോ, റസൂലല്ലല്ലോ, അല്ലാഹുവിൻ്റെ വലിയത്തുകളിൽപ്പെട്ടവരാണല്ലോ. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് ആലു ഇമ്രാൻ പറയുന്നുണ്ട്. സയ്യിദുനാ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദേവാലയം, ആരാധനാലയം ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് ആരാധനാ നിരതയായിരിക്കുന്ന നേരത്ത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് മഹാനായ സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാമാണ്. വകഫലഹാ സക്കരിയ, മഹാനരായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ സംരക്ഷണം ബഹുമാനപ്പെട്ടവരുടെ കൈപിടിച്ച് അവിടുത്തെ തർബിയത്തിലായിട്ടാണ് മഹദി അവറുകൾ വളർന്നത്. ആരാധനാ നിരതയായിരിക്കുന്ന സ്ഥലത്തേക്കൊരിക്കൽ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം കടന്നു വന്നു. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ. മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് പ്രത്യേകമായി ആരാധനാ നിരതയായിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് വരുന്ന നേരത്ത് വജദ ഇൻദഹാ റിസ്ഖാ. ഫലസ്തീനിന്റെ മണ്ണിൽ അന്ന് കണ്ടിട്ടില്ലാത്ത, ലഭ്യമല്ലാത്ത സമ്പുഷ്ടമായ വിഭവങ്ങൾ നിറഞ്ഞ പാത്രങ്ങൾ അവരുടെ മുന്നിലിരിക്കുകയാണ്. എവിടുന്നാണ് മറിയമേ, എവിടെ നിന്നാണ് ലഭിച്ചത് മറിയമേ? മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ എന്ന അല്ലാഹുവിന്റെ വലിയത്തുകളിൽപ്പെട്ടവർ അവരുടെ കറാമത്ത് അടയാളപ്പെടുത്തുകയാണ് ഖുർആൻ. ഫലസ്തീനിന്റെ മണ്ണിൽ ലഭ്യമല്ലാത്ത സമ്പൽ സമൃദ്ധമായ, ഫലഭൂവിഷ്ടമായ, മനോഹരമായ, വിഭവ സമൃദ്ധമായ തളിക കണ്ട നേരത്ത്, ഓ മറിയമേ, ഇതെവിടെ നിന്നാണ് വന്നത്? ആരു തന്നതാണ്? ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നില് ആ വിഭവങ്ങൾ കണ്ട് അമ്പരക്കുന്നതാരാണ്? സയ്യിദുനാ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം. മോളെ മറിയമേ, ഇതെവിടെ നിന്നു വന്നതാണ്? ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി വരികയാണ്. ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. അല്ലാഹുവിൽ നിന്നാണ്, അല്ലാഹുവിൽ നിന്നാണ്.
ഈ മനോഹരമായ വിഭവ സമൃദ്ധമായ തളിക വന്നത് അല്ലാഹുവിങ്കൽ നിന്ന് വന്നതാണ്. സക്കരിയാ നബി അലൈഹിസ്സലാമിനോട് മറുപടി പറയുകയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വം അറിയുമ്പോ മറിയം ബീവി അല്ലാഹുവിന്റെ വലിയത്താണ്, സക്കരിയാ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. പക്ഷേ അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച വർത്തമാനം അറിയുമ്പോ ആ ചാരത്തു നിന്നുകൊണ്ട് കൈനീട്ടുകയാണ്. ഹുനാലിക ദഅ സക്കരിയാ റബ്ബഹ് ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ. അല്ലാഹുവേ, സക്കരിയാ നബി അലൈഹിസ്സലാം ദുആഇന് തിരഞ്ഞെടുക്കുന്ന ഇടമേതാണ്? മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരയുള്ള ഇടം, അവിടുത്തെ കറാമത്ത് കണ്ട ഇടം, അല്ലാഹുവിന്റെ ആദരവ് ലഭിച്ച ഇടം, സ്വർഗത്തിൽ നിന്ന് പാത്രം വന്നു ചേർന്ന തളിക വന്നു ചേർന്ന ഇടം, നല്ല സമൃദ്ധമായ ഭക്ഷണം വന്നു കിട്ടിയ സ്ഥലം, അവിടെ നിന്നുകൊണ്ടൊരു ദുആയാണ്. ഹുനാലിക ദഅ സക്കരിയാ റബ്ബ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ. നാളേറെയായി എൻ്റെ കൽബിലൊരു പ്രയാസമുണ്ട്, ഒരു വിഷമം എൻ്റെ ഹൃദയത്തെ പിടികൂടിയിട്ടുണ്ട്. എൻ്റെ കൽബിനെ വല്ലാതെ മതിക്കുന്ന പ്രയാസം എന്താണെന്നറിയുമോ? അല്ലാ, എനിക്കൊരു പൊന്നോമന മകനെ നീ തന്നില്ലല്ലോ റബ്ബേ, എനിക്കൊരു സന്താനമുണ്ടായില്ലല്ലോ റബ്ബേ, എനിക്കു ശേഷം ഈ മനോഹരമായ കുടുംബത്തിന്റെ പിന്തുടർച്ച പറയാൻ ഒരാൾ എനിക്ക് ലഭിച്ചില്ലല്ലോ റബ്ബേ. അല്ലാ, നീ നിന്റെ വലിയത്തായ മറിയമിനെ ആദരിച്ച ഇടത്തുനിന്ന്, കറാമത്ത് സംഭവിച്ച ഇടത്തുനിന്ന് ഞാൻ നിന്നോട് തേടുന്നു. അല്ലാ, നീ എനിക്കൊരു മോനെ തരണേ അല്ലാ, സദ്വൃത്തനായ സന്താനത്തെ തരണേ അല്ലാ, ത്വയ്യിബായ നല്ല സദ്വൃത്തനായ അല്ലാഹുവേ, നല്ല സന്തോഷമുള്ള സന്താനങ്ങളിൽ നിന്നൊന്നിനെ എനിക്കു നൽകണേ അല്ലാ. സയ്യിദുനാ നബിയുല്ലാഹി സക്കരിയാ അലൈഹിസ്സലാം ആരുടെ ചാരത്തു നിന്ന്? മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്തു നിന്ന് മണവാട്ടി ബീവി ഉറൂസിലേക്ക് വന്നു ചേർന്ന നമ്മളെല്ലാം ബഹുമാനപ്പെട്ട വലിയത്തായ പ്രിയപ്പെട്ടവരുടെ ചാരത്തു നിന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതിന്റെ മാതൃക എവിടെയാണ്? അതിന്റെ മാതൃക പറഞ്ഞു തരുന്നു ഖുർആൻ, അതിന്റെ മാതൃക പറഞ്ഞു തരുന്നു നബിമാരുടെ ജീവിതങ്ങൾ. എന്നിട്ടോ കാലമേറെയായി റബ്ബിനോട് ചോദിച്ച ചോദ്യമാണ്, എനിക്കൊരു സന്താനം വേണം, എനിക്കൊരു സന്താനം വേണം, എനിക്കൊരു പൊന്നുമോനെ തരണമേ എന്ന പ്രാർത്ഥനകൾ ഒരുപാട് കാലം നടത്തിയിട്ടുണ്ട്. എന്നാൽ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സന്നിധിയിൽ നിന്ന്, അവരുടെ കറാമത്ത് സംഭവിച്ച ഇടത്തു നിന്ന് ദുആ ചെയ്ത ഉടനെ ഉത്തരം വരികയാണ്. സക്കരിയാ, ചോദിച്ചതുപോലെ മകനെ തരാം, ചോദിച്ചതുപോലെ മോനെ തരാം. സയ്യിദൻ വഹസൂറാ വനബിയ്യം മിനസ് സാലിഹീൻ. സദ്വൃത്തനായ സന്താനത്തെ വേണമെന്ന് പറഞ്ഞപ്പോ നേതാവായ സയ്യിദൻ വഹസൂറൻ വനബിയ്യം മിനസ് സാലിഹീൻ, വ്യത്യസ്തങ്ങളായ പദവികൾ ഉള്ള ഒരു നബിയെ മകനായി കൊടുത്തു അല്ലാഹു റബ്ബുൽ ആലമീൻ. വലിയത്തായ മറിയമിന്റെ കറാമത്ത് സംഭവിച്ച ഇടത്തു നിന്ന് നബിയായ സക്കരിയ അലൈഹിസ്സലാമിന് ദുആ ചെയ്ത് കിട്ടിയ മോനാണ് നബിയുല്ലാഹി യഹ്യാ അലൈഹിസ്സലാം. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവതിന വആതൈനാഹുൽ ഹുക്മ സബിയാ. പ്രായം ചെറുതായിരിക്കുമ്പോഴേ നുബുവത്തിന്റെ അടയാളങ്ങൾ വന്നു ചേർന്ന പ്രവാചകൻ, അല്ലാഹു മഹിമ പറഞ്ഞ നബിയാണ് സയ്യിദുനാ നബിയുല്ലാഹി യഹ്യാ അലൈഹിസ്സലാം. അങ്ങനെ ഒരു പേര് മുമ്പ് ആർക്കും ഉണ്ടായിരുന്നില്ലെന്നും പറയുന്നത് കാണാം. അപ്പൊ നല്ല യുണീക്കായ പേരുള്ള
നല്ല സ്വഭാവ മഹിമയുള്ള അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ പദവിയുള്ള നേതാവായി വിരാജിക്കാൻ പറ്റുന്ന ഒരു മകനെ കൊടുത്തത് വലിയത്തായ മറിയമിന്റെ ചാരത്തു നിന്നുള്ള പ്രാർത്ഥനയാണ്. സയ്യിദുനാ നബിയുല്ലാഹി യഹ്യാ അലൈഹിസ്സലാം. അല്ലാഹു നമ്മൾ ഇവിടെ നടത്തുന്ന ദുആകളൊക്കെയും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെയൊക്കെ പ്രതീക്ഷ അതാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട മഹത്തുക്കളുടെ ചാരത്ത് വന്നിരുന്നു കൊണ്ട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കുമെന്ന് പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ. നമ്മുടെ ആവലാദികൾ, വേവലാദികൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ എല്ലാം റബ്ബിനോട് പറയേണ്ട വലിയ പ്രതിസന്ധികളുടെ നേരത്താണ് നമ്മളുള്ളത്. അമേരിക്കയുടെ പ്രസിഡന്റിന്റെ അവസാനത്തെ സോഷ്യൽ മീഡിയ ട്വീറ്റ് നിങ്ങൾ വായിച്ചു നോക്കൂ. പരിധികളെല്ലാം അവസാനിച്ചു. ഒരു രാത്രി കൊണ്ടൊരു പക്ഷേ ഇറാനെ ഞങ്ങൾ ഇല്ലാതെയാക്കിയേക്കും. അവസാനം ഇന്ന് വൈകുന്നേരം. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ അമേരിക്കയ്ക്ക് ഇത്രയേറെ മോശപ്പെട്ട ഭാഷ സംസാരിക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. ഇത്രയേറെ നയതന്ത്രജ്ഞതയില്ലാത്ത, രാജ്യങ്ങളുമായുള്ള ഇഴയെടുപ്പങ്ങൾക്കപ്പുറം അഹങ്കാരം കൊണ്ട്, ധിക്കാരങ്ങൾ കൊണ്ട് തന്റെ തീരുമാനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരാൾ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ പ്രസിഡന്റ് ആയിട്ടുണ്ടാവുക. അതിന്റെ പ്രയാസമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത്. ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രത്തിനു വേണ്ടി അമേരിക്ക ചെലവാക്കി, അവരുടെ പണവും അവരുടെ ഉപകരണങ്ങളുമൊക്കെ ചെലവാക്കി നടത്തുന്ന യുദ്ധമാണ് ഇറാനിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രിയിൽ ഒരു പക്ഷേ ഇറാനിലെ ചില നഗരങ്ങൾ ഇല്ലാതെയായേക്കാം. പകരം ഇറാനിൽ നിന്നും മറുപടി വന്നിട്ടുണ്ട്, അങ്ങനെ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നഗരം ഇല്ലാതെയായാൽ ലോകം കൊല്ലങ്ങളോളം ഇന്ധനക്ഷാമം അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, ഹോർമുസ് കടലിടുക്ക് അടച്ചു കളഞ്ഞപ്പോ അതിലൂടെയുള്ള യാത്രകൾ, ഇന്ത്യ രാജ്യത്തിന്റെ കപ്പലുകൾ ആ കടലിടുക്കിലൂടെ കടന്നു വരുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻഗാമികളായ ഭരണാധികാരികളുടെ നയതന്ത്രജ്ഞതയാണ്. നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ ഐഡന്റിറ്റിയും നമ്മുടെ സ്വഭാവത്തിന്റെ മഹിമയും നമ്മൾ വ്യത്യസ്ത രാജ്യങ്ങളോട് കാണിച്ച ഇഴയടുപ്പങ്ങളും ഒക്കെയാണ്. ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഈ രാജ്യം കണ്ട അത്യുന്നതന്മാരായ മനുഷ്യർ കൈക്കൊണ്ട നിലപാടുകളാണ്. മുൻകഴിഞ്ഞുപോയ ഭരണാധികാരികളുടെ മഹിമ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഇടയിൽ ഇന്ത്യക്കാരെ ഞങ്ങൾ സഹോദരങ്ങളായി കാണുന്നു. നിങ്ങളുടെ കപ്പലുകൾക്ക് ഇതിലേക്ക് കടന്നുപോകാം. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നു പോകുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ആ കടലിടുക്കിലൂടെ എല്ലാ സംവിധാനങ്ങളും അവസാനിപ്പിച്ച് ലോകം മുഴുവൻ പാചകവാതകത്തിന്, വിവിധ ഇന്ധനങ്ങൾക്ക് പ്രയാസം അനുഭവിക്കേണ്ട ഘട്ടം വന്നാൽ, ഇപ്പൊ തന്നെ കപ്പലുകളൊക്കെ വരുന്നുണ്ടെങ്കിലും നമ്മുടെ നാടുകളിലെ പല ഹോട്ടലുകളും അടഞ്ഞു കിടക്കുന്നു. അടുക്കളകൾ പുകയാതെ, ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാനുണ്ടോ കിട്ടുമോ എന്നറിയാതെ ഒരു ഭാഗത്ത് പൂഴ്ത്തിവെപ്പുകളും കിട്ടാനില്ലാത്ത അവസ്ഥകളും സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നു. നമ്മൾ വിചാരിക്കുന്നത് പലപ്പോഴും യുദ്ധം നടക്കുന്നത് എവിടെയോ അല്ലേ, ഏതോ രാജ്യത്തല്ലേ എന്നാണ്. എന്നാൽ ആ വിചാരങ്ങൾ തെറ്റാണ്. ലോകത്ത് എവിടെ മനുഷ്യരുടെ ഇടയിൽ സംഘർഷം ഉണ്ടായാലും അതിന്റെ ഇമ്പാക്റ്റ് ബാക്കിയുള്ള ആളുകൾ കൂടി അനുഭവിക്കേണ്ടി വരും. ഉക്രൈൻ യുദ്ധം ചെയ്തു റഷ്യയോട്. റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ചെയ്തപ്പോഴാണ് നമ്മുടെ നാടുകളിലെ പ്രിന്റഡ് മാഗസിനുകൾക്ക് പേപ്പർ ഉപയോഗവുമായി ബന്ധപ്പെട്ട എല്ലാ ഫീൽഡുകളിലും വില കൂടാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന്. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, യുദ്ധത്തിന്റെ ഭാഗമായി പല സ്ഥലത്തു നിന്നും വ്യത്യസ്തങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ മെറ്റീരിയലുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഒരു ഗ്യാസ് സിലിണ്ടർ മാത്രമാണ് പ്രശ്നമുള്ളത് എന്നാണ്. തീർച്ചയായും അല്ല. നമ്മുടെ നാടുകളിലെ വിവിധ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ, റോ മെറ്റീരിയലുകൾ, വിവിധങ്ങളായ സാധന സാമഗ്രികൾ വരാതെയായിരിക്കുന്നു. ഇത് നീണ്ടുപോയാൽ, പരിധി കടന്നുപോയാൽ നമ്മൾ വിചാരിക്കാത്ത പ്രയാസങ്ങളിലേക്കാണ് എത്തിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോഴും നമ്മൾ വിചാരിക്കുക ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യമാണെന്ന്. അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒട്ടുമിക്കവാറും ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മുടെ പ്രസംഗം ഇന്റർനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ പ്രസംഗവും ലൈവായി കേൾപ്പിക്കുന്നുണ്ട്. വിവിധ പ്രസംഗങ്ങൾ, വിവിധ ഉറൂസുകളുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകളിൽ നമ്മൾ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഒന്നും ഉപയോഗിക്കാത്ത ആളുകളില്ല. നമ്മൾ റേഷൻ കടയിൽ പോയാൽ നമ്മുടെ കൈവിരലുകൾ പതിപ്പിച്ചുകൊണ്ടാണ് ഓരോ മാസത്തെയും റേഷൻ വിഹിതം വാങ്ങുന്നത്. നമ്മുടെ മക്കൾ പഠിക്കാൻ പോയാൽ അവിടെ പഠിക്കാൻ ആവശ്യമായ
ഇന്നത്തെ പുതിയ കാഴ്ചപ്പാടുകൾ അവർക്ക് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഡിജിറ്റൽ കണ്ടന്റുകൾ അവരുടെ പഠനത്തിൽ കൂടുതലാണ്. മദ്രസ പാഠപുസ്തകങ്ങളിൽ പോലും നമ്മുടെ മദ്രസകളൊക്കെ ഡിജിറ്റൽ കണ്ടന്റുകൾ അവരുടെ ചെറിയ ക്ലാസ് മുതലേ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ വീഡിയോ ആയി, ഓഡിയോ ആയി, ഇന്റർനെറ്റ് സൗകര്യങ്ങളോടെ കൂടുതൽ വിശാലമായി പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. കൈകളിൽ മൊബൈൽ ഫോൺ വെച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കാനാണ് ഹോർമുസിന്റെ താഴെ കൂടി ആ കടലിടുക്കിന്റെ അടിയിലൂടെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് നമുക്ക് ലഭ്യമാകാൻ ആവശ്യമായ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കടന്നു പോകുന്നുണ്ട്. അതിരൂക്ഷമായ യുദ്ധമുണ്ടാവുകയും അതിന് കേടുപാട് പറ്റുകയും ചെയ്താൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ് സംവിധാനങ്ങൾ മുഴുവനും തകരാറിലാകും. അതാരെയാ ബാധിക്കുക? അതെവിടെ മുതൽ? നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളുടെ പഠനം മുതൽ മേലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഇന്റർനെറ്റ് ഇല്ലാത്ത, നമുക്കിത് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാത്ത ഏതെങ്കിലും ഒരാൾ എൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മളിന്ന് ഏറ്റവും വലിയ ടെക്നോളജികളെ നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടു നടന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ്. പക്ഷേ ഈ യുദ്ധം നീണ്ടുപോകുന്ന പക്ഷം ഒരു പക്ഷേ ലോകത്തിന്റെ മുഴുവനും ഇന്റർനെറ്റ് സംവിധാനങ്ങളുടെ സൗകര്യങ്ങളുടെ അടിസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കേബിളുകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളെ തകർത്തുകളയാം. അപ്പൊ നമ്മളെത്തിയിരിക്കുന്ന പ്രതിസന്ധി വലിയൊരു പ്രതിസന്ധിയാണ്. നമ്മളെത്തിയിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ നിന്ന് നമ്മൾ വായിക്കുന്ന വാർത്തകളൊക്കെ ഭീതിജനകമായ വാർത്തകളാണ്. എല്ലാ മനുഷ്യരെയും സ്പർശിക്കുന്ന വാർത്തകൾ കൂടിയാണ്. ഒരു വിഭാഗം ആളുകളെ മാത്രമല്ല, എല്ലാ ആളുകളും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. എല്ലാ ആളുകളും ഭക്ഷണം പാചകം ചെയ്യുന്നു. നമ്മുടെ അടുക്കളകൾ പോലും പ്രയാസം അനുഭവിക്കുന്ന കാലത്ത് പ്രിയപ്പെട്ട മുഅ്മിനേ, ദുആഉകൾ, പ്രാർത്ഥനകൾ അധികരിക്കേണ്ട കാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രിയപ്പെട്ടവരുടെ ചാരത്തു നിന്ന് നടത്തുന്ന ദുആഉകൾ സ്വീകരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച വചനങ്ങൾ നമ്മളോട് പറഞ്ഞു തരുകയാണ്. റബ്ബിനോട് കൈ ഉയർത്തി പറഞ്ഞോ, അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം وإليك يرجع السلام حينا ربنا بالسلام وأدخلنا دار السلام. അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷവും നാം നടത്തുന്ന പ്രാർത്ഥനകളുടെ ആഴമെത്ര വലുതാണ്. അല്ലാഹു ആകുന്ന രക്ഷിതാവല്ലാതെ നമുക്കാരാണുള്ളത്? തടയപ്പെട്ട കപ്പലുകൾ, പുകയാത്ത അടുപ്പുകൾ, അതിൻ്റെ താഴെ കൂടി പാസ് ചെയ്യുന്ന ലോകത്തിന്റെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ, ഇവയെല്ലാം മുൻനിർത്തിയിട്ടൊന്ന് വായിച്ചു നോക്കൂ. ഖുൽ മൻ യുനജ്ജീകും ഫീ ളുലുമാതിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ മഹാപ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചെടുക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുന്നു പരിശുദ്ധ ഖുർആൻ. ഖുൽ മൻ യുനജ്ജീകും ഫീ ളുലുമാതിൽ ബർരി വൽ ബഹർ. നിങ്ങളെത്തിച്ചേർന്നിരിക്കുന്ന ഈ അപകടങ്ങളില്ലയോ? മനുഷ്യൻ പരസ്പരം പോരാടുന്നതിൻ്റെ പേരിൽ കടലിലും കരയിലും രൂപപ്പെട്ടു വരുന്ന ഈ പ്രയാസങ്ങളെ മുൻനിർത്തി സൂറത്തുൽ അൻആമിന്റെ വചനങ്ങളൊന്ന് ഓതി നോക്കൂ. ആ വചനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നില്ലയോ? കടലിൽ നിന്ന് കരയിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ പ്രതിസന്ധികളില്ലേ, അതിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചെടുക്കാൻ ആരാണുള്ളത്? അതിന് കഴിവുള്ളവൻ ആരാണ്? അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാരാണ്? ആശങ്കകൾ അകറ്റാൻ കഴിയുന്നവനാരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. ആരു നിങ്ങളെ രക്ഷിക്കുമെന്ന് ചോദിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. وَإِن يَمْسَسْكَ اللَّهُ بِضُرٍّ فَلَا كَاشِفَ لَهُ إِلَّا هُوَ وَإِن يَمْسَسْكَ بِخَيْرٍ فَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ബലാവും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബറക്കത്തിനാൽ എമ്മൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ. ഉറക്കച്ചൊല്ല്. ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ഈ പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ മുറുകെ പിടിച്ചോ. നമ്മുടെ തീരുമാനങ്ങൾ ദുനിയാവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നതിനപ്പുറം അല്ലാഹു ആകുന്ന രക്ഷിതാവിലേക്ക് ചേർത്തു വെച്ചോ. ഔലിയാക്കളുടെ ഉറൂസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം അതാണ്. അവരാരെയാണ് മുറുകെ പിടിച്ചത്, ആരെയാണ് തെരഞ്ഞെടുത്തത്, ആരെയാണ് അവർ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെച്ചത്? അല്ലാഹു റബ്ബി, അല്ലാഹു റബ്ബി. ഔലിയാക്കളുടെ ജീവിതം നമ്മൾ പഠിക്കേണ്ട ജീവിതം, മഹത്തുക്കളുടെ ജീവിതം നമ്മൾ പകർത്തേണ്ട ജീവിതം, അവരുടെ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പകർത്തേണ്ട തെരഞ്ഞെടുപ്പുകൾ. നമ്മളും തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്താണ്, ആസന്നമായ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. നമ്മുടെ മനസ്സിലൊക്കെ പലതരത്തിലുള്ള ആദിയാണ്. ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്, ആർക്കാണ് വോട്ടുകുത്തേണ്ടത്, ആരാണ് അധികാരത്തിൽ വരുന്നത്, എങ്ങനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച ആശങ്കകൾ നമ്മുടെ കൽബിൽ പലപ്പോഴും ഉണ്ടാകുന്നില്ലയോ? എന്നാൽ അതിൻ്റെ അപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് വിശ്വാസിക്കില്ലയോ? ആ തെരഞ്ഞെടുപ്പ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അല്ലാഹുവിൻ്റെ ഔലിയാക്കളാണ്. അവര് ദുനിയാവിനു പകരം ആഖിറത്തിനെ തെരഞ്ഞെടുത്തുപോയി. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ ദുനിയാവിനു പകരം ആഖിറത്തെ തെരഞ്ഞെടുത്തവരാണ്. നമ്മൾ ദുനിയാവിൽ ഏത് ചിഹ്നത്തിന് കുത്തി ആരെ തെരഞ്ഞെടുത്താലും 5 കൊല്ലം കഴിയുമ്പോൾ അയാൾ മാറിയിട്ട് പുതിയ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അല്ലാത്തൊരു സംവിധാനം നമ്മുടെ മുന്നിലില്ല. കാലാകാലമുള്ള തെരഞ്ഞെടുപ്പുകളൊന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് വോട്ട് ചെയ്യേണ്ടി വരില്ല. ഇന്ന് നമ്മൾ വോട്ട് ചെയ്യുന്നു, വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നു. 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ചെയ്ത സമ്മതിദാന അവകാശം അതിൻ്റെ കാലാവധി അവസാനിച്ചു. പുതിയ ഒരാൾ വീണ്ടും അധികാരത്തിലേറാൻ വേണ്ടി മത്സരിക്കുന്നു. അങ്ങനെയാണല്ലോ. നമ്മളെല്ലാവരും ഇലക്ഷൻ്റെ മുമ്പിലുള്ള ആളുകളാണ്. നമ്മുടെയൊക്കെ സമ്മതിദാന അവകാശങ്ങളെ കൃത്യമായി വിനിയോഗിക്കണം. നാടിൻ്റെ നന്മയ്ക്കും സമൂഹത്തിൻ്റെ ഉപകാരത്തിനും നാടിൻ്റെ നിലനിൽപ്പിനും സന്തോഷത്തോടെ സ്നേഹത്തോടെ വർഗീയതകൾക്കെതിരെ നാം ഉപയോഗപ്പെടുത്തണം. എന്തുകൊണ്ടാണ്? ഏതോ ഒരു നാട്ടിൽ നടക്കുന്ന യുദ്ധം കാരണം നമ്മൾ ഇത്രയേറെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു യുദ്ധമോ ഒരു കലാപമോ ഒക്കെ രൂപപ്പെട്ടാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ചിന്തിക്കാനാണ്. എത്രയോ ദൂരെ കിടക്കുന്ന ഒരു രാജ്യത്തെ ജനങ്ങൾ അവരുടെ യുദ്ധങ്ങൾ, അവരുടെ ഇടപാടുകൾ കാരണം നമ്മുടെ നാട്ടിലെ ദൈനംദിന ജീവിതം പോലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു കലാപം ഉണ്ടായാൽ അള്ളാഹു അതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലൊരു യുദ്ധമുണ്ടായാൽ അള്ളാഹു അതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ നാടുകളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ നാട് പ്രയാസങ്ങളൊന്നുമില്ലാതെ അമ്നുള്ള നാടായി നിലനിൽക്കണം. മുൻഗാമികളായ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിൽ കാണാം. സയ്യിദുനാ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അല്ലാഹുവേ ഈ ദേശത്തെ ബലദൻ ആമിന, നിർഭയത്വമുള്ള നാടാക്കി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ എന്ന് ദുആ ചെയ്തു സയ്യിദുനാ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെയും ഈ യുദ്ധങ്ങളും മറ്റുമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഉത്സാഹമാണ്. പല ആളുകൾക്കും, നമുക്കല്ല പല ആളുകൾക്കും. പൊട്ടട്ടെ, അടിക്കട്ടെ, തമ്മിൽ കുത്തട്ടെ. അതിൻ്റെ പിന്നാലെ വരുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മുടെ നാടുകൾ അത്തരമൊരവസ്ഥയിലെത്തിപ്പോകരുത്. അതുകൊണ്ട് നമ്മുടെ സമ്മതിദാനാവകാശങ്ങളൊക്കെ ഗൗരവമായി നാം ഓരോരുത്തരും വിനിയോഗിക്കേണ്ട ആളുകളാണ്.
ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച്. ഇലക്ഷനൊക്കെ അത് എല്ലാ കൊല്ലവും നടക്കുന്നതല്ലേ, കുറേ ആൾ ജയിക്കും, കുറേ ആൾ മത്സരിക്കും. അങ്ങനെ ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. നമ്മുടെ സമ്മതിദാനാവകാശങ്ങൾ നാടിൻ്റെ നന്മയ്ക്കും സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും, നമ്മുടെ നാട് വർഗീയതകളില്ലാതെ, കലാപങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, തമ്മിലടിക്കാതെ, ചോര ചിന്താതെ, പിണങ്ങാതെ, പൊട്ടാതെ സുസ്ഥിരമായി നിലനിൽക്കാനും ആവശ്യമായ തരത്തിൽ വിനിയോഗിക്കേണ്ടവരാണ്. അതിന് നിങ്ങളുടെ മനസ്സുകൾക്ക് യോജിച്ച ആരെയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാനൊരു കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചല്ല പറയുന്നത്. അതിൻ്റെ ഗൗരവം നാം ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ അവസരങ്ങൾ, നമ്മുടെ നാടുകളുടെ നന്മയും സമാധാനവും അത് നഷ്ടപ്പെടുത്തി കളയരുത്. നന്മയുള്ള ഒരു നാട്ടിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. ജനങ്ങൾ പരസ്പരം പോരടിക്കുന്ന ഒരു നാട്ടിൽ നമ്മുടെ ആളുകൾക്ക് ജീവിക്കാൻ പ്രയാസമാണ്. അടുത്തൊരു തലമുറ ആഗ്രഹിക്കില്ല. പ്രശ്നങ്ങളുള്ള, പ്രയാസങ്ങളുള്ള, പട്ടിണിയുള്ള, പരിവട്ടമുള്ള, ആയുധങ്ങളെടുത്ത മനുഷ്യൻ കലാപം നടത്തുന്ന ഒരു നാട്ടിൽ ജീവിക്കാൻ ഒരു തലമുറയെ ആഗ്രഹിക്കില്ല. അള്ളാഹു അത്തരം വിഷയങ്ങളെ തൊട്ടെല്ലാം നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദണ്ണം വബാവാസൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. മഹാന്മാരായ ഔലിയാക്കൾ, അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ആളുകൾ, അവർ ദുനിയാവിനു പകരം ആഖിറത്തെ തെരഞ്ഞെടുത്തു. അവർ അല്ലാഹുവിൻ്റെ പരലോകമാകുന്ന, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ ഇടമായ സ്വർഗത്തെ തെരഞ്ഞെടുക്കുകയാണ്. കാരണം അവർക്കറിയാം അതെല്ലാ കാലവും നിലനിൽക്കുന്നതാണ്. ദുനിയാവിൻ്റെ അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളല്ല, അവ നീങ്ങിപ്പോകുന്ന നിഴലുകളാണ്. ഒരു സമ്പന്നന്റെയും സമ്പത്ത് കാലാകാലം അയാളുടെ പക്കലുണ്ടാവുകയില്ല. അയാൾ ഏതെല്ലാം കാര്യങ്ങളിൽ മഹിമ പറയുന്നുവോ അതെല്ലാം ഒരു പരിധി കഴിയുമ്പോൾ അയാളുടെ പക്കൽ നിന്ന് നീങ്ങിപ്പോവുകയാണ്. അയാളുടെ ജീവിതം അവസാനിക്കുന്നതോടെ അവസാനിക്കുകയാണ്. അവിടെയാണ് ചിന്തിക്കാനുള്ളത്. ഈ ദുനിയാവിനപ്പുറമുള്ള പരലോകത്തെ തെരഞ്ഞെടുക്കുകയാണ്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ദുനിയാവിനപ്പുറം ആഖിറത്തിന്റെ ജീവിതത്തെ തെരഞ്ഞെടുത്ത ലോകം കണ്ട ബുദ്ധിമാന്മാരാണ് മഹാന്മാരായ ഔലിയാക്കളെല്ലാം. ദുനിയാവിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ. അവര് ദുനിയാവിനപ്പുറം ആഖിറത്തെ തിരഞ്ഞെടുത്തു. ദുനിയാവിൻ്റെ അധികാരങ്ങൾക്കപ്പുറം അല്ലാഹുവിനെ അവരെ തിരഞ്ഞെടുത്തു. പരിശുദ്ധമായ ദീനിനെ അവര് ഖൽബിലേക്ക് ചേർത്തു വെച്ചു. അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. മരുമണലിൽ കിടത്തി വലിക്കുന്ന നേരത്ത് മഹാനായ ബിലാലിനോട് ചോദിച്ചില്ലേ, ബിലാൽ, നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ അവസരം നൽകുന്നു ബിലാൽ. എൻ്റെ വീട്ടിലെ അടിമത്തത്തിൽ നിന്ന് മോചിതനായി അടിമയല്ലാത്തൊരു ജീവിതം നീ കൊതിക്കുന്നുണ്ടോ ബിലാൽ? ഈ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങാതെ മക്കയിൽ മഹിമയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ബിലാൽ? അല്ല, മുഹമ്മദിന്റെ മതത്തിൽ തുടരുകയാണോ ബിലാൽ? മരുമണലിൽ കിടത്തി നെഞ്ചിൽ കല്ലുകയറ്റി വെച്ച് ചുട്ടുപഴുത്ത മരുമണ്ണിലൂടെ വലിച്ചഴയ്ക്കുന്ന നേരത്തെ രണ്ടവസരങ്ങളാണുള്ളത്. ഒന്ന് ദുനിയാവ് തെരഞ്ഞെടുക്കാനുള്ള അവസരം, മറുഭാഗത്ത് അല്ലാഹുവിനെ തെരഞ്ഞെടുക്കാനുള്ള അവസരം. അടിമത്തത്തിന്റെ ചങ്ങലകളിൽ കിടന്ന് പെടഞ്ഞ നേരത്തും ബിലാലിന്റെ വർത്തമാനം വരുന്നു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഈ മരുപ്പറമ്പിലൂടെ എന്നെ വലിച്ചഴച്ചെന്റെ മേലെ കയറ്റിവെച്ച കല്ലിന്റെ ഖനം കൂട്ടിയാലും ബിലാലിന് മക്കയിലെ അടിമച്ചങ്ങലകളിൽ നിന്ന് മോചനം നേടിയൊരു ജീവിതം വേണ്ട. എനിക്ക് വേണ്ടത് അവനെയാണ്. അല്ലാഹ്
ഈ ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിനെ മതി. അവനെ തെരഞ്ഞെടുക്കുന്നു ബിലാൽ, അവനെ തെരഞ്ഞെടുക്കുന്നു ബിലാൽ. എനിക്ക് അല്ലാഹുവിനെ മതി. എനിക്ക് നിങ്ങളുടെ ഏതെങ്കിലും ദുനിയാവിന്റെ സൗകര്യങ്ങൾ വേണ്ട. മടങ്ങിപ്പോയി സ്വതന്ത്രനായി ജീവിക്കാമെന്ന കരുതൽ എൻ്റെ കൽബിലില്ല. എൻ്റെ നെഞ്ചിൽ കയറ്റി വെച്ച കനമുള്ള കല്ലുകൾ ഇറക്കി വെക്കണമെന്ന മോഹവും എനിക്കില്ല. ആരെയാണ് ബിലാൽ നീ തെരഞ്ഞെടുക്കുന്നത്? അല്ലാഹുവിനെയാണ്. അല്ലാഹുവിനെ തെരഞ്ഞെടുക്കുന്നുവെന്ന് സയ്യിദുനാ ബിലാൽ. മരുമണലിൽ മലർത്തിക്കിടത്തിയിട്ട് പഴുത്ത കുന്തങ്ങളുമായി കാത്തുനിന്ന നേരം സുമയ്യ ബീവിയോട് ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. സുമയ്യ, നീ ആരെയാണ് തെരഞ്ഞെടുക്കുന്നത്? സുമയ്യ, നീ തെരഞ്ഞെടുക്കുന്നത് മക്കയിലെ നല്ല സന്തോഷമുള്ള ജീവിതമാണോ? സുമയ്യ, നിന്റെ ബന്ധുമിത്രാദികളോടൊപ്പം കുഞ്ഞുമക്കളോടൊപ്പം ആർത്തുല്ലസിച്ച് ജീവിക്കാനാണോ നീ കഴിയാനാണോ ഉദ്ദേശിക്കുന്നത്? സുമയ്യ, അല്ല, ഈ കുന്തമേറ്റു വാങ്ങാനാണോ? സുമയ്യ, നിന്റെ ശരീരം കുത്തിപ്പിളർത്തി നിന്റെ ജീവനെടുക്കാൻ കാത്തുനിന്ന കാബാലികരുടെ നടുത്തളങ്ങളിൽ കിടന്ന് ഗർജിക്കുകയാണ്. എനിക്ക് വേണ്ടത് ഈ മരുമണ്ണിൽ നിന്ന് മടങ്ങിപ്പോയ ശാന്തമായ ജീവിതമല്ല. ഞാൻ തെരഞ്ഞെടുക്കുന്നു ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിനെ തെരഞ്ഞെടുക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ കുന്തങ്ങളെ പേടിയില്ല, എനിക്ക് നിങ്ങളുടെ ആയുധങ്ങളെ പേടിയില്ല, എനിക്ക് മരുഭൂമിയുടെ വന്യത പേടിയില്ല. തിരിച്ചു പോയിട്ട് ഞാൻ എത്ര കാലം ജീവിക്കാനാണ്? ഞാൻ എൻ്റെ റബ്ബിനെ തള്ളിപ്പറയുമെന്ന് കരുതുകയാണോ? അങ്ങനൊന്നും സംഭവിക്കുകയില്ല. അവനല്ലാതെ ഇലാഹുമില്ല, അവനല്ലാതെ പടച്ചവനുമില്ല, അവനല്ലാതെ സംഹരിക്കുന്നവനില്ല, സൃഷ്ടിക്കുന്നവനില്ല. അവനാണ് എല്ലാം. അവനാണ് ഓൾമൈറ്റി, അവനാണ് ഫാഷനർ, അവനാണ് ഡിസൈനർ, അവനാണ് ഈ ലോകത്തിന്റെ എല്ലാ ചലന നിശ്ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത്. മരുഭൂമിയുടെ വന്യതയിൽ പടയുന്ന ജീവനും കയ്യിൽ പിടിച്ച് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ വർത്തമാനമാണ്. എനിക്ക് അല്ലാഹു മതി. അല്ലാഹുവിനെ തെരഞ്ഞെടുക്കുകയാണ് സയ്യിദത്തുനാ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ. ഈ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളുടെ നടുത്തളത്തിലെ ഈ രാജ്യത്തിന്റെ രാജ്ഞിയായി തുടരാനാണോ? അല്ല, അല്ലാഹുവിന്റെ മതത്തിൽ ഉറച്ചു നിൽക്കാനാണോ? وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. സത്യവിശ്വാസിയായ വർത്തമാനം ഫറോവയുടെ കൊട്ടാരത്തിൽ അറിഞ്ഞ സമയം ക്രൂരനായ ഫറോവ വഇന്ന ഫിർഔന ലആലിമുൻ ഫിൽ അർദ് വഇന്നഹു ലമിനൽ മുസ്രിഫീൻ, അവനേക്കാൾ ധിക്കാരിയ ലോകം കണ്ടിട്ടില്ല. അല്ലാഹു ഏകനാണെന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ എത്ര പേരെ കൊന്നു തള്ളിയവൻ. അവൻ ചെയ്ത ക്രൂരതകൾ എത്ര വലുതാണ്. പാർശ്വങ്ങളിൽ നിന്ന് കൈകാലുകളെ അടർത്തി വെട്ടി മാറ്റിയവൻ, ജീവിതങ്ങളെ നശിപ്പിച്ചു കളഞ്ഞവൻ, ക്രൂരമായ ശിക്ഷകൾ അഴിച്ചുവിട്ടവൻ. അവന്റെ കൊട്ടാരം ആ വാർത്തയറിയുകയാണ്. ഫറോവയുടെ രാജകുമാരി, ഫറോവയുടെ രാജ്ഞി, ഈ മഹാരാജ്യത്തിന്റെ രാജ്ഞി, ഞാനാണ് പടച്ചവനെന്ന് പറഞ്ഞവന്റെ ഭാര്യ ഇതാ മൂസാ കലീമുല്ലാഹിയുടെ മതത്തിലേക്ക് ചേർന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ മതം പുൽകിയിരിക്കുന്നു. കൊട്ടാരത്തിന്റെ നാലുപാടുകളിൽ അപായ സൈറൻ മുഴങ്ങിയ നേരം, കൊട്ടാരം ഒന്നടങ്കം ഓടി വരുന്ന നേരം, ആയുധങ്ങളുള്ള, കുന്തങ്ങളുള്ള, കാരാഗ്രഹങ്ങളുള്ള ഫറോവയാകുന്ന ക്രൂരനായ ഭരണാധികാരി അറിയുന്ന നേരത്തും ആസിയാ ബീവിയുടെ തെരഞ്ഞെടുപ്പ് ഏതാണ്? ഇത് ഖാലത്ത് റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന.
അല്ലാ, നിന്റെ അരികിലൊരു സ്വർഗം എനിക്ക് തരുമോ റബ്ബേ, നിന്റെ അരികിലൊരു ഭവനം എനിക്ക് തരുമോ റബ്ബേ, നിന്റെ ചാരത്ത് എനിക്കൊരു ഭവനം നൽകുമോ റബ്ബേ. എനിക്ക് ഫറോവയുടെ രാജ്ഞിപ്പട്ടം വേണ്ട, മിസ്റിന്റെ അധികാരം വേണ്ട, ലോകം കുലുക്കുന്ന ഫറോവയുടെ ഭാര്യയായി ചമഞ്ഞിരിക്കണ്ട, സ്വർഗത്തിന്റെ കെട്ടുപാടുകളും കട്ടിലുകളും സ്വർണ്ണ കൊട്ടാരങ്ങളും എനിക്ക് വേണ്ട. അല്ലാ, ഇത് ഖാലത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗം മതി, എനിക്ക് നിന്നെ മതി, എനിക്ക് നീയാകുന്ന രക്ഷിതാവിനെ മതി, അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പും ഇവിടെയില്ല. ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുന്നു അല്ലാ, നിന്റെ സ്വർഗം സ്വീകരിക്കുന്നു അല്ലാ. അവർക്കറിയാം അവരുടെ ഭർത്താവിൻ്റെ ക്രൂരത എത്രയാണെന്ന്, അവർക്കറിയാം ഇനി അനുഭവിക്കാനുള്ള ത്യാഗം എത്രയാണെന്ന്. യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും, ആൺകുഞ്ഞുങ്ങളുടെ തലയറുത്തെറിഞ്ഞിട്ട് അധികാരത്തിൽ എക്കാലവും തുടരാമെന്ന് ആഗ്രഹിച്ചിരുന്നു ഫറോവ. ചരിത്രം പറഞ്ഞു തരുകയാണ് ഖുർആൻ. ഇസ്രായേലിന്റെ പട്ടാളം ഫലസ്തീനിന്റെ മണ്ണിൽ നടത്തുന്ന കുരുതിക്കളങ്ങളിലേക്ക് നോക്കൂ. അവിടെ പിടഞ്ഞു വീഴുന്നതൊക്കെയും കുഞ്ഞോമന മക്കളല്ലേ. ഇറാനിലേക്ക് വരുമ്പോ ഇസ്രായേലും അമേരിക്കയും പറഞ്ഞത് ഇറാന്റെ ഭരണത്തെ തന്നെ ഞങ്ങൾ മാറ്റാൻ പോവാണ്. ഇറാനിലെ ഭരണങ്ങളിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് ആ ഭരണം ഞങ്ങൾ ഇതാ മാറ്റാൻ പോകുന്നു. അവിടെയുള്ളത് മതഭരണമാണ്. അതിൽ നിന്ന് ഞങ്ങൾ സ്ത്രീകൾക്ക് ഇതാ മോചനം നൽകാൻ പോകുന്നു. ഇറാന്റെ മണ്ണിലേക്ക് അക്രമങ്ങളുമായി കടന്നു വന്ന നേരത്ത് അമേരിക്കക്കാരനും ഇസ്രയേലിയും പറഞ്ഞത് ഇറാനിലെ പെണ്ണുങ്ങളെയൊക്കെ മതഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഞങ്ങൾ വരുന്നത് എന്നാണ്. അത് കേട്ടപ്പോൾ പലർക്കും, നമ്മുടെ നാട്ടിലെ ഫെമിനിസ്റ്റുകൾക്ക്, സ്ത്രീ സ്വാതന്ത്ര്യവാദം പറയുന്ന പലരും, ഇനിയൊക്കെ ഇറാനിലെ പെണ്ണുങ്ങൾ സ്വതന്ത്രമായി നടക്കുമല്ലോ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അമേരിക്ക അവിടേക്ക് കടന്നു ചെല്ലുന്നത് എന്ന് പറയുന്നവരെ നോക്കി നിർത്തിക്കൊണ്ടാണ് 160ഓളം പിഞ്ചോമന മക്കൾ പഠിക്കുന്ന, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാലയത്തിന്റെ മേലേക്ക് അവര് ബോംബെറിഞ്ഞത്. അതിൽ നിന്നൊരൊറ്റ പെൺകുഞ്ഞു പോലും രക്ഷപ്പെട്ടിട്ടില്ല. കുഞ്ഞുടുപ്പുകളും ബാഗുകളുമായി കലാലയങ്ങളിലേക്ക് വിദ്യാഭ്യസിക്കാൻ പോയ പാവപ്പെട്ട പിഞ്ചോമന കുഞ്ഞുമക്കളെ കൊന്നുകളഞ്ഞുകൊണ്ടാണ് ഈ നരനായാട്ട് ആരംഭിച്ചത്. എന്നിട്ട് അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞത്, ഞങ്ങൾ വന്നത് സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കാനാണത്രേ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, ഇറാനിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാനാണത്രേ അമേരിക്കയും അതുപോലെ ഇസ്രായേലും അടങ്ങുന്ന ആളുകൾ അവിടെ യുദ്ധം അഴിച്ചുവിടുന്നത്, അക്രമം അഴിച്ചുവിടുന്നത്. അവരാദ്യം ചെയ്തത് ആ നാട്ടിലെ പെൺകുഞ്ഞുങ്ങളെ കൊല്ല ചെയ്തു, ഇല്ലായ്മ ചെയ്തു. അങ്ങനെ എത്രയാണ്, ഓരോ നാട്ടിലെയും എത്ര കുഞ്ഞുങ്ങളെയാണ് അവർ ചെയ്തു കളഞ്ഞത്. എത്ര കുഞ്ഞുങ്ങളുടെ ശവങ്ങൾക്ക് മേലെ നിന്നുകൊണ്ടാണ് അവർ ഈ സ്വാതന്ത്ര്യവാദങ്ങളെ കുറിച്ച് പറയുന്നത്. അതായത് പലപ്പോഴും അവർക്ക് ഇത്തരം മുദ്രാവാക്യങ്ങളൊക്കെയും വെറും കാപഢ്യത്തിന്റെ മുദ്രാവാക്യങ്ങൾ മാത്രമാണ്. അഫ്ഗാനിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അഫ്ഗാനിന്റെ എല്ലാ അഴുക്കുകളും നീക്കം ചെയ്ത് അഫ്ഗാനിനെ ശുദ്ധീകരിക്കാൻ വന്നതാണ്. ആരെയാണോ തോൽപ്പിക്കാൻ വന്നത് അവരുടെ കയ്യിൽ തന്നെ അഫ്ഗാന്റെ ഭരണം ഏൽപ്പിച്ചിട്ടാണ് അമേരിക്ക അഫ്ഗാനിൽ നിന്ന് പോയത്. ആർക്കെതിരെയാണോ യുദ്ധം ചെയ്യാൻ വന്നത് അവരുടെ കൈകളിലേക്ക് തന്നെ ആ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിച്ചിട്ടാണ് തിരിച്ചുപോയത്. അപ്പൊ ഇവരുടെ യുദ്ധങ്ങളൊന്നും ശരിക്കും ഏതെങ്കിലും മുദ്രാവാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യരാശിക്ക് വേണ്ടി ചെയ്യുന്ന യുദ്ധങ്ങളൊന്നുമല്ല. അതിൻ്റെ പിന്നിൽ വലിയ താല്പര്യങ്ങളുണ്ട്. ഇറാന്റെ എണ്ണയും ഇറാന്റെ സമ്പത്തുമെല്ലാം കൈക്കലാക്കണം. വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന നേരത്തെല്ലാം ഇവർ ഉപയോഗിച്ചിരുന്നത് ഇതേ തന്ത്രമാണ്. പല രാജ്യങ്ങളുടെയും സമ്പത്ത് കൈക്കലാക്കണമെന്ന് മാത്രമല്ല, ഇസ്രയേലിന് ചുറ്റുഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറബ് രാജ്യങ്ങളുടെ മുഴുവനും നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യണം. എത്ര വിദഗ്ധമായിട്ടാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉള്ളിലിരിപ്പ് അവർക്ക് ബൈത്തുൽ മുഖദ്ദസ് മാത്രം വേണമെന്നല്ല. ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇന്റർനെറ്റ് സംവിധാനങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയും. കൂടുതൽ നമ്മുടെ മക്കയും മദീനയും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശത്തിന്റെ ഭരണം ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനാണ്. അതിന്റെ പിന്നിലാണ് സയണിസവും ഇസ്രയേലും എല്ലാം ഉള്ളത്.
അവരുടെ അജണ്ടയിൽ മക്കയുണ്ട്, മദീനയുണ്ട്, ഹിജാസിന്റെ ഭാഗങ്ങളുണ്ട്, ഫലസ്തീനുണ്ട്, ലബനാനുണ്ട്, ലിബിയയുണ്ട്, സിറിയയുണ്ട്, ഈജിപ്തുണ്ട്. അറബ് രാജ്യങ്ങൾ പലതും അതിന്റെ കീഴിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളൊക്കെ തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ എന്തൊക്കെ കുതന്ത്രങ്ങൾ ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കി വെച്ചു. ആ പരിസര പ്രദേശങ്ങളിലെ തലയെടുപ്പുള്ള ഭരണാധികാരികളെ പലരെയും കൊന്നുകളഞ്ഞു. സദ്ദാം ഹുസൈനെ കൊന്നുകളഞ്ഞു, മുഅമ്മർ ഗദ്ദാഫിയെ കൊന്നുകളഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി പറയൂ, ആ പരിസരത്ത് എവിടെയാണ് തലയെടുപ്പുള്ള ഒരു ഭരണാധികാരി ഉള്ളത്? ഇപ്പൊ രണ്ട് പ്രശ്നമാണുള്ളത്. ഒന്ന്, ഇറാനോട് മുട്ടിയപ്പോൾ മനസ്സിലായി ഇറാന്റെ കയ്യിൽ അവർക്ക് അധികാരവും അവർക്ക് സമ്പത്തും അവർക്ക് തിരിച്ചടിക്കാനുള്ള ശേഷിയെല്ലാം ഉണ്ട്. മറുഭാഗത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ വളർന്നു വരുന്ന അറബ് രാജ്യങ്ങൾ. രണ്ടു കൂട്ടരെ ഇല്ലാതാക്കണം. അറബ് രാജ്യങ്ങളുടെ സാമ്പത്തികമായ അഭിവൃദ്ധിയും നശിപ്പിക്കണം, ഇറാനികളുടെ ഭരണവും അവരുടെ ജീവിതവും അവരുമായി ബന്ധപ്പെട്ട ചുറ്റുപാടുകളുമെല്ലാം അവസാനിപ്പിക്കണം. ഇതിന് രണ്ടിനുള്ള ഏറ്റവും നല്ല വഴി എന്താ? ആ രാജ്യങ്ങളിലേക്ക് അക്രമം അഴിച്ചുവിടുക. ആരാ പ്രതിസന്ധിയിലായത്? ഇറാന്റെ മിസൈലുകൾ ചെന്ന് പതിച്ചത് അമേരിക്കയിലല്ല. ഇറാന്റെ മിസൈലുകൾ ചെന്ന് പതിച്ചത് ലക്ഷക്കണക്കിന് നമ്മുടെ നാട്ടുകാരുൾപ്പെടെ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലാണ്. പ്രവാസികളെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. പല ആളുകളും ജോലിയില്ലാത്ത റൂമുകളിലാണ്. പല സ്ഥലങ്ങളിലും വലിയ വലിയ കമ്പനികൾ. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. ഇന്നലെ എന്നെ ഒരു സഹോദരൻ, ഞാനിവിടെ ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥലം അടിനടുക്ക, അവിടെ പ്രസംഗിക്കുന്ന സമയത്തൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, പകുതി സാലറിയാണ് ഇന്ന് കമ്പനി എനിക്ക് തന്നത്. മാസം കഴിഞ്ഞപ്പോൾ പകുതി സാലറി. കാരണം കമ്പനിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണ്. നമ്മുടെ നാട്ടുകാരായ പ്രവാസികളായ ധാരാളം സുഹൃത്തുക്കൾ, പല സംരംഭങ്ങളും തുടങ്ങിയവരുണ്ട്. നാട്ടിലെ വസ്തുവകകളൊക്കെ വിറ്റിട്ട് കച്ചവടം തുടങ്ങിയവരുണ്ട്. അന്നന്നത്തെ അന്നത്തിനു വേണ്ടി പോയി കിടക്കുന്ന പ്രവാസികളായ പാവങ്ങളുണ്ട്. പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. അവരുടെ തൊഴിലിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ പ്രതിസന്ധിയൊക്കെ അള്ളാഹു നീക്കി നൽകുമാറാകട്ടെ. അപ്പോൾ ഒരേ സമയം ഗൾഫ് രാജ്യങ്ങളുടെ വളർച്ച തടയണം, അതേസമയം ഒരു ഭാഗത്തുള്ള ഇറാൻ എന്ന ഭീഷണി ഇല്ലാതെയാക്കണം. ലക്ഷ്യം ഒന്നു തന്നെയാണ്. പരസ്പരം തമ്മിലടിപ്പിച്ച് മുസ്ലിങ്ങൾ സുന്നികളെന്നും ഷിയാക്കളെന്നും പേര് പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് ഇവരുടെ കയ്യിലുള്ള പണവും സാങ്കേതിക വിദ്യകളും എന്തെല്ലാം തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതുണ്ടോ അതൊക്കെ നശിപ്പിച്ചു കളയണമെന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കുതന്ത്രം അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. ഇതൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. അല്ലാതെ നമ്മളെ ഒരു യുദ്ധം കാണുന്നുടനെ ഞാൻ ഇന്ന ആളിൻ്റെ കൂടെ, ഞാൻ ഇറാൻ്റെ കൂടെ, ഞാൻ അറബ് രാജ്യങ്ങളുടെ കൂടെ, അങ്ങനെ ചിന്തിക്കുന്ന കുറേ മനുഷ്യർ. ഈ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാതെ, വിവേകം കൊണ്ട് ചിന്തിക്കാതെ, വികാരം കൊണ്ട് ചിന്തിക്കുന്ന പലരുമുണ്ട്. പല നാടുകളിലും കിടക്കുന്ന ലക്ഷക്കണക്കായ പ്രവാസികളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ വീണുപോയാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തവരുണ്ട്. അതേപോലെ ഒരു ഭാഗത്ത് ഇറാനിലുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ, അതിനെ തുടർന്ന് വരുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തവരുണ്ട്. ഇവരെ തമ്മിലടിപ്പിച്ച് ലാഭമുണ്ടാക്കുന്നത് ആരാണ് എന്ന് ചിന്തിക്കാതെയും പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ പെടേണ്ടവരല്ല. നല്ല വിചാരവും നന്നായി ഉപയോഗപ്പെടുത്തി ചിന്തിക്കേണ്ടവരാണ്. ലോകത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. അള്ളാഹു ലോകത്തിന് സമാധാനം നൽകുമാറാകട്ടെ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ലോകത്തിന് സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന സൃഷ്ടാവിനെ തിരഞ്ഞെടുത്തവർ അവരോടൊക്കെ ചോദിച്ചിരുന്നു. മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയോടും ചോദിച്ചു, നിനക്ക് ഈ കൊട്ടാരത്തിലെ രാജ്ഞിയായി തുടരണോ, അല്ല മൂസാ പ്രവാചകരുടെ മതത്തിൽ തുടരാനാണോ താല്പര്യം? എനിക്ക് അല്ലാഹുവിനെ മതി, ഞാൻ അല്ലാഹുവിനെ തിരഞ്ഞെടുക്കുന്നു, ഞാൻ പരലോകത്തെ തിരഞ്ഞെടുക്കുന്നു, അവന്റെ അരികിൽ ഒരു ഭവനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ഫറോവ ചെയ്തു വെച്ചതിന്റെ ബാക്കിയാണ് ഇന്നും പലരും ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളത് ഫറോവയുടെ ശൈലിയാണ്. യുദബ്ബിഹൂന അബ്നാഅക്കും, പരിശുദ്ധമായ ഖുർആൻ അത് നമുക്ക് പറഞ്ഞു തരാണ്. ആ ഫറോവ എവിടെ? തന്റെ രാജ്യാതിർത്തിക്കുള്ളിൽ പിറന്നു വീണ മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞ ഫറോവ എവിടെ? പഠിക്കാനാണ്. ചരിത്രത്തിന്റെ പാഠങ്ങൾ ചില ഭരണാധികാരികൾക്ക് നൽകുന്ന പാഠങ്ങളും മുന്നറിയിപ്പുകളുമാണ്.
ഒരു കാലത്ത് തന്റെ അധികാര കസേരയ്ക്ക് ആൺകുട്ടികൾ പിറന്നാൽ പ്രയാസമുണ്ടാകുമെന്ന് കരുതി ആ നാട്ടിൽ ആൺകുട്ടികളുടെ മുഴുവനും തലയറുത്തു കളഞ്ഞ ഫറോവ എവിടെ? അവരുടെ ഗർഭധാരണങ്ങളെ തടയാൻ ഓർഡറിട്ട ഫറോവ എവിടെ? ചരിത്രം ചില്ലിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഫറോവയെ കെയ്റോവിൽ. ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ലോകത്തെ സകല സ്വേച്ഛാധിപതികളോടും സകല ഏകാധിപതികളോടും ആയുധങ്ങൾ കൊണ്ട് മനുഷ്യനെ ഇല്ലായ്മ ചെയ്തിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തെ തുടച്ചു നീക്കിക്കളയാമെന്നൊക്കെ ആഗ്രഹിച്ചു വരുന്ന സകലരോടും പറയാനുള്ളത്, ചരിത്രത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഫറോവമാരുടെ, നമ്രൂദുമാരുടെ, അബൂജഹലുമാരുടെ, ഉത്ബത്തുമാരുടെ, ഷൈബത്തുമാരുടെ, ബദറിന്റെയും മുഹദിന്റെയും പോർക്കളങ്ങളിലേക്ക് അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ ആടയാഭരണങ്ങളും അണിഞ്ഞു വന്ന അള്ളാഹുവിന്റെ മതമില്ലാതെയാക്കുമെന്ന് ഉച്ചൈസ്തരം വിളിച്ചു പറഞ്ഞ ഇന്നലകളിൽ കടന്നുപോയ ധിക്കാരികളുടെ ചരിത്രമാണ്. ചരിത്രം അവരെ ചില്ലിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പഠിക്കാനാണ്, പകർത്താനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തിനൊരു പോറലും ഏൽക്കാനില്ല. അള്ളാഹുവിന്റെ മതത്തിനെ തടഞ്ഞു നിർത്താനും കഴിയില്ല, അതിനൊരു പോറലും ഏൽക്കാനുമില്ല. അങ്ങനൊക്കെ വിചാരിച്ച ആരെങ്കിലും ഒക്കെ ചരിത്രത്തിൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ എമ്പാടും പാഠങ്ങളെ ഇവിടെ ലോകം ബാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മുടെ മുൻഗാമികൾ അള്ളാഹുവിനെ തെരഞ്ഞെടുത്തു. സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാമിനെയാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആയിൽ തന്നെയുള്ള ആ ഒരു പോയിന്റ് നമ്മൾ നോക്കൂ. എനിക്കൊരു സന്താനത്തെ തരണമേ റബ്ബേ എന്നല്ല, എനിക്ക് സദ്വൃത്തനായ ഒരു സന്താനം, നിന്നെ ആരാധിക്കുകയും പിൻപറ്റുകയും നിന്റെ വഴിയെ മുറുകെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്താനത്തെ എനിക്ക് നൽകണം. സ്വാലിഹായ ഒരു സന്താനത്തെ വേണമെന്നാണ് സയ്യിദുനാ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി. മുൻഗാമികളായ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിലെല്ലാം തങ്ങളെ മാത്രമല്ല തങ്ങളുടെ സന്താന പരമ്പരയും സദ്വൃത്തമാക്കി തരണേ എന്ന പ്രാർത്ഥനയാണ്. അല്ലാഹ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബ പരമ്പരകളെ അവരെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുകയാണ്. നമുക്ക് ശേഷം വരാനുള്ള തലമുറ, അതായത് നമ്മുടെ മക്കൾ, അടുത്ത ജനറേഷൻ, അവർ ഈ നാട്ടിലെ ദീന് നിലനിർത്തേണ്ടവരാണ്, പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടവരാണ്. നമ്മുടെ മക്കൾ നന്നാകണമേ എന്ന് സദാ ദുആ ചെയ്യേണ്ടവരാണ്. അവസരം കിട്ടിയപ്പോഴെല്ലാം ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാമിന്റെ ദുആ അങ്ങനെയാണ്, പടച്ചവനെ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. കുടുംബത്തെ ചേർത്ത് വെച്ചുകൊണ്ടവർ പ്രാർത്ഥിക്കുകയാണ്. അടുത്തൊരു തലമുറ നന്നാകണമേ എന്നവർ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗം മുറുകെ പിടിക്കുന്നവരാകണമെന്നവർ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നിന്നത്തരം വിചാരങ്ങൾ പോയി. നമ്മൾ ചിന്തിക്കുന്നത് ദുനിയാവ് എല്ലാത്തിനും മതിയായ ഇടമാണെന്നാണ്. ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്നൊരു ദിവസം, തിരിച്ചു പോകുന്നൊരു ദിവസമുണ്ടെന്ന വിചാരം നമ്മുടെ കൽബിൽ നിന്ന് യാത്രയായി. നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നതെല്ലാം ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, ഔലിയാക്കളുടെ ജീവിതങ്ങളിൽ നിന്ന് വിഭിന്നമായൊരു ചിന്തയാണ്. ദുനിയാവ് വേണമെന്ന ആഗ്രഹങ്ങളിൽ ആണ്ടുപൂണ്ട് ജീവിക്കുകയാണ്. ഐഹിക ജീവിതങ്ങൾക്ക് പ്രാധാന്യം നൽകുകയാണ്. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു തരുകയാണ്. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, അല്ലാഹു ആകുന്ന രക്ഷിതാവിലേക്ക് മടങ്ങുന്നൊരു ദിവസമുണ്ടെന്ന വിചാരം നമ്മുടെ കൽബിൽ നിന്നകന്നുപോയി. അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും തിരഞ്ഞെടുക്കാൻ നാം മറന്നുപോയി. നമ്മുടെ കല്യാണ പന്തലുകൾ നോക്കൂ. അല്ലാഹുവിൻ്റെ ദീനിനവിടെ എത്ര സ്ഥാനമാണുള്ളത്? അള്ളാഹുവിന് എത്ര സ്ഥാനമാണുള്ളത്? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളല്ലയോ നമ്മുടെ മക്കള്? അള്ളാഹു നൽകിയ സമ്പത്തല്ലയോ നമ്മുടെ കൈകളിലുള്ളത്?
ആ സമ്പത്ത് കൊണ്ട് മക്കളുടെ കല്യാണം നടത്തുന്ന നേരത്ത് അല്ലാ ഹറാമുകൾ കൊണ്ട് നമ്മുടെ കല്യാണ പന്തലുകൾ കൂത്തരങ്ങുകളായി മാറി. ആടിപ്പാടി തിന്നു കുടിച്ച് തിമിർത്താടി സിനിമാ ഗാനങ്ങൾക്ക് ചുവടൊപ്പിച്ചു വരുന്ന പുതിയ ആപ്പളമാര് വന്നുപോയി. പുതിയ പെണ്ണുങ്ങളുടെ കാലം വന്നുപോയി. ആലോചിക്കാൻ പറയുകയാണ്. അവരിൽ നിന്നല്ലേ അടുത്ത തലമുറ വരേണ്ടത്. മകളുടെ കല്യാണം നടത്തുന്ന ഉപ്പമാരെ, പെൺമക്കളുടെ ആൺമക്കളുടെ കല്യാണം നടത്തുന്ന ഉപ്പമാരെ, ആ വിവാഹ ബന്ധത്തിൽ നിന്ന് പിറക്കുന്ന നിങ്ങളുടെ പിൻഗാമികളില്ലേ, അവരല്ലേ നാളെ ദീന നടത്തേണ്ടത്, അവരല്ലേ നിങ്ങളുടെ സ്ഥാനത്തിരിക്കേണ്ടത്, അവരല്ലേ പള്ളികൾ നയിക്കേണ്ടത്, അവരല്ലേ ഉമ്മത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടത്, അവരല്ലേ നിങ്ങൾ കിടക്കുന്ന ഖബർസ്ഥാന്റെ ചാരത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലേണ്ടത്. യാ ജദ്ദീ സലാം. വല്യുപ്പാന്റെ ഖബറിന്റെ അരികിൽ വന്നു നിന്നൊരു സലാം പറഞ്ഞു ദുആ ചെയ്യേണ്ടത്. ആ മക്കളല്ലേ നിങ്ങൾക്ക് വേണ്ടി ഫാത്തിഹയോതി യാസീനോതി ഹദിയ ചെയ്യേണ്ടത്. പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളത് അവരെയല്ലേ. നിങ്ങൾ മരിച്ചാലും മുറിഞ്ഞു പോകാതെ വന്നു ചേരുന്ന ആ ദുആകൾ ആരുടേതാണ്? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഹൃദയമുള്ള ഉപ്പമാരെ, എൻ്റെ ഹൃദയമുള്ള ഉമ്മമാരെ, നിങ്ങളുടെ ആൺമക്കളുടെ പെൺമക്കളുടെ കല്യാണങ്ങളിൽ നിന്ന് പിറന്നു വീഴുന്ന സന്താനങ്ങള് അത് ദുനിയാവിൽ നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് മാത്രമുള്ളതല്ല, ഖബറിന്റെ ചാരത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളതാണ്. അവന്റെ ദുആകൾ ഖബറിന്റെ താഴെ നിങ്ങളെ തേടി വരുന്നതാണ്. ഇനി പറയുമോ? കള്ളുകുടിച്ചു കൂത്താടി സിനിമാ ഗാനങ്ങൾക്ക് ചുവട് വെച്ച് ആടിപ്പാടി തിമർത്ത് അന്യമതസ്ഥരുടെ ആചാരങ്ങൾ വാരിപ്പുണർന്ന് കല്യാണ പന്തലുകളിൽ കോലാഹലങ്ങൾ നടത്തിയിട്ട് അതിൽ നിന്ന് പിറക്കുന്ന ഏതെങ്കിലും ഒരു പൊന്നുമോൻ എന്റെ ഖബറിന്റെ ചാരത്ത് വന്നു നിന്ന് വല്യുപ്പാക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പറയുമെന്ന് ബുദ്ധിയുള്ളവരെ നിങ്ങൾ കരുതുന്നുണ്ടോ? ബുദ്ധിയുള്ളവരെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ആ ബന്ധത്തിൽ നിന്ന് പിറന്നു വീണ ഏതെങ്കിലും ഒരു മകൻ എൻ്റെ ഓർമ്മയുള്ള ദിവസം, ആണ്ടിൻ്റെ ദിവസം, ഞാൻ മരിച്ചുപോയ ദിവസം എനിക്ക് വേണ്ടി ഒന്ന് കൈയുയർത്തി ദ്വാരക്കാൻ പ്രാപ്തനായിരിക്കുമെന്ന് ബുദ്ധിയുള്ളവരെ നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനൊരു വിചാരം നമ്മുടെ കൽബിൽ വരാത്തതെന്തുകൊണ്ടാണ്? അറിയാനാണ്. മക്കളും ദുനിയാവിനുള്ളതല്ല, പേരക്കുട്ടികളും ദുനിയാവിനുള്ളതല്ല, ഭാര്യ സന്താനങ്ങളും ദുനിയാവിനുള്ളതല്ല, അതിനപ്പുറം സ്വർഗത്തിലും ആസ്വദിക്കാനുള്ളതാണ്. 6 അടി മണ്ണിന്റെ താഴെ എന്നെ തേടി വരുന്ന ദുആ, എൻ്റെ പേരക്കുട്ടി അങ്ങനെ ദ്വാരക്കണമെങ്കിൽ ആ വിവാഹത്തിലേക്ക് കടക്കുന്ന ചടങ്ങുകൾ അല്ലാഹു പൊരുത്തപ്പെട്ടതാകണ്ടേ. ഹറാമുകൾ അതിൽ നിന്ന് മാറി നിൽക്കണ്ടേ, ഹറാമുകളെ വലിച്ചെറിയണ്ടേ. ഓ നട്ടലുള്ള യുവാക്കളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുസുന്നത്തുകളെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളിക്കുന്ന ഇത്തരം വിവാഹ മാമാങ്കങ്ങളിൽ നിന്ന് പിന്മാറുമോ? ഈ കാണിക്കുന്ന പേക്കൂത്തുകൾ അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? നീ എപ്പോഴും പറയും ഹബീബായ നബി തങ്ങളെ ഇഷ്ടപ്പെടുന്നുവെന്ന്. മോനെ, സിനിമാ ഗാനങ്ങൾക്ക് ചുവടൊപ്പിച്ച് വിവാഹത്തിലേക്ക് നടന്നു വരുന്ന നിന്നെ നിന്റെ മുസ്തഫായ റസൂല് പൊരുത്തപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നാളെ നിന്നെ സ്നേഹിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിൽ നീ എത്തിച്ചേരുന്ന മഹ്ശറായുടെ ദിവസം അവര് നിന്റെ മുഖത്തേക്ക് നോക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ചിന്തിക്കാനാണ് ചെറുപ്പക്കാരെ. നമ്മളുടെ മക്കൾ ആരാകേണ്ടവരാണ്? ഈ രാജ്യത്തെ നമ്മുടെ അടുത്ത തലമുറകൾക്ക് നേതൃത്വം നൽകേണ്ടവർ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങളുടെ ഇമാമീങ്ങളായി ഇവിടെ മുൻഗാമികൾ നേതൃത്വം നൽകിയതുപോലെ പള്ളികൾക്ക്, മദ്രസകൾക്ക്, സ്ഥാപനങ്ങൾക്ക്, ദീനിന്റെ ചലനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടവർ, ഈ രാജ്യത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കേണ്ടവർ. അങ്ങനെ വേണ്ട മക്കളല്ലേ നമ്മുടെ മക്കള്?
ആ മക്കളുണ്ടാകേണ്ടത് വിവാഹത്തിൽ നിന്നല്ലേ? ആ വിവാഹങ്ങൾ അല്ല പൊരുത്തപ്പെടാത്ത അവസ്ഥയിലായാൽ നിനക്കുപകരിക്കുന്ന മക്കളുണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ ചെറുപ്പക്കാരാ? അങ്ങനൊരു തോന്നലും വേണ്ട. ആലോചിച്ചോ. കള്ളുകുടിയന്മാരധികരിക്കുകയാണ്. അതുപോലെ വ്യത്യസ്തങ്ങളായ തെറ്റുകളിലേക്ക് വീണുപോകുന്ന തലമുറ അധികരിക്കുകയാണ്. ലഹരിയുമായി ബന്ധപ്പെടുന്ന തലമുറകൾ അധികരിക്കുകയാണ്. ക്രിമിനൽ മൈൻഡുള്ള മക്കൾ അധികരിക്കുകയാണ്. ആലോചിക്കാനാണ്. നമ്മുടെ മക്കൾ നാളെ ആ അവസ്ഥയിലായി പോകേണ്ടവരല്ല. നമ്മുടെ വിവാഹം മുതൽ നമ്മളൊരു അല്ലാഹു പൊരുത്തപ്പെട്ട ബന്ധത്തിൻ്റെ കൂടെയാണ്. ആ ബന്ധത്തിൻ്റെ ഉള്ളിൽ നിന്നോ ആ ചടങ്ങുകൾ അല്ല പൊരുത്തപ്പെട്ട രീതിയിലായിക്കോ. കൊല്ലം ജില്ലയിൽ, ഞങ്ങളുടെ ജില്ലയിലാണ് ഈ അടുത്ത സമയത്ത് 19 വയസ്സുള്ള ഒരു കുട്ടിയെ കുത്തിക്കൊന്നു. ഒരു ചടങ്ങിനിടയിൽ ഡാൻസ് കളിച്ചപ്പോൾ കാലിൽ ചവിട്ടി എന്നതാണ് പ്രശ്നം. കുത്തിക്കൊല്ലാൻ വേണ്ടി പിടിച്ചു കൊടുത്തവൻ്റെ പ്രായം 16 വയസ്സ്, കുത്തിയവൻ്റെ പ്രായം 19 വയസ്സ്, മരിച്ചവൻ്റെ പ്രായം 17 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ്. നമ്മുടെ മക്കളുടെ ഇടയിൽ അക്രമവാസനകൾ അധികരിച്ചു വരുന്ന കാലം. പലതരത്തിലുള്ള ഡ്രഗ്സുകൾക്ക്, സിന്തറ്റിക് ഡ്രഗ്സുകൾക്ക് നമ്മുടെ മക്കൾ അടിമപ്പെടുന്ന കാലം. മാതാപിതാക്കളൊക്കെ ആലോചിക്കാനും ചിന്തിക്കാനുമാണ്. നമ്മുടെ കല്യാണങ്ങളൊക്കെ കൂത്തുകളായി മാറി. അതിൽ നിന്ന് ഇനി പിറന്നു വീഴുന്ന മക്കൾ എന്തായി തീരും എന്ന് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ദിവസത്തെ അടിച്ചുപൊളിയുടെ പേരല്ല കല്യാണം. ഒരു ദിവസത്തെ ഏതെങ്കിലും ഹറാമുകൾ കാട്ടിക്കൂട്ടുന്നതിൻ്റെ പേരല്ല കല്യാണം. അതിൻ്റെ ഇമ്പാക്റ്റ് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവും. അതിൽ നിന്നുണ്ടാകുന്ന മക്കൾ, ആ മക്കൾ, അവിടുത്തെ അടുത്ത തലമുറ ഇതൊക്കെ നമുക്ക് വേണമെന്ന ചിന്തയോടെ വിവേകമുള്ളവരായി. എല്ലായിടത്തും കല്യാണം അങ്ങനല്ലേ ഉസ്താദേ? എല്ലാ സ്ഥലത്തും ഇങ്ങനൊക്കെ തന്നെയല്ലേ? അതിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ധീരന്മാരാകുന്നത്, അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച മനുഷ്യരായി മാറുന്നത്. അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയും പൊരുത്തപ്പെടുകയും അള്ളാഹുവിന്റെ മതത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നവരായി മാറുന്നത് ഈ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ്. നമ്മുടെ മുൻഗാമികൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സാലിഹീങ്ങൾ, അവരെല്ലാത്തിലും ഉപരി അള്ളാഹുവിനെ തെരഞ്ഞെടുത്തു. എല്ലാത്തിലും ഉപരി അവരുടെ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനത്തെ അവർ തിരഞ്ഞെടുത്തു. അവരേത് കാര്യത്തിനും അവരുടെ മുന്നിൽ കണ്ട മാതൃക ഏതാണ്? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി മൗലായ സ്വല്ലി അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി. ആർക്കും മൗലായ എല്ലാം അറിയാത്തതുകൊണ്ടാണോ? മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം മൗലായ. കലാശക്കൊട്ടിന് പോയിട്ട് എല്ലാവരെയും ശബ്ദമൊക്കെ അടച്ചു പോയോ? കലാശക്കൊട്ടിന് പോയിട്ട് ഇവിടെ സദസ്സിൽ കൊടുക്കാൻ ചുക്കാപ്പി വെള്ളമൊന്നുമില്ലേ? ഹനീഫ സാഹിബ് എവിടെ? കൺവീനർ സദസ്സിൽ കൊടുക്കാൻ കട്ടൻ ചായ ഉണ്ടോ? സദസ്സിൽ ആരെയും ശബ്ദം കേൾക്കുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഹനീഫ സാഹിബിനെ വിളിച്ചതിൻ്റെ കൺവീനറാണ്, നമ്മളെ നാട്ടുകാരനും കൂടിയാണ്, കൊല്ലത്തുകാരനാണെന്ന് പറഞ്ഞു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗം എല്ലാ വിഷയത്തിലും മുറുകെ പിടിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. മഹാന്മാരായ ഔലിയാക്കളുടെ ഒക്കെയും വഴി അതാണ്. അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു മാർഗം ഔലിയാക്കൾക്കുണ്ടായിരുന്നില്ല. അവരുടെ മാതൃകാ പുരുഷൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ആളുകളുണ്ട്.
പലതരത്തിലുള്ള ആളുകൾ, ദീനും ദുനിയാവും ഒന്നുമായിട്ടൊരു ബന്ധമില്ലാത്ത, നിസ്കാരമില്ലാത്ത ആളുകളൊക്കെ ആത്മീയ മാർഗത്തിലാണ് എന്ന് പറയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ വരേണ്ടത് അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗം മുറുകെ പിടിച്ച ആളുകളാണ്. മഹാനായ സയ്യിദ്ന മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, എല്ലാ വലികളും ഓരോ നബി വഴി ഞാനെൻ്റെ സീബാവ കാൽവാഴി എന്നോവാർ, എല്ലാ വലികളും ഓരോ നബി വഴി ഞാനെൻ്റെ സീബാവ കാൽവാഴി എന്നോവാർ. എല്ലാ ഔലിയാക്കളുടെയും മാർഗം, മഹാന്മാരായ അമ്പിയാക്കൾ നടന്നുപോയ മാർഗം, അതിലെ ഉന്നതരായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഴി ഏതാണ്? സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗമാണ്. ആ സുന്നത്തുകളെ ജീവിതത്തിൽ പിൻപറ്റൂ, അതിന് പ്രാധാന്യം നൽകൂ. സുന്നത്തുകളെ പിൻപറ്റിയാൽ ലഭിക്കുന്ന പ്രതിഫലം എത്ര വലുതാണ്! മഹാന്മാരായ ഇമാമിങ്ങൾ ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഒരു മനുഷ്യൻ ഒരു ദിവസം 12 റക്അത്ത് സുന്നത്തുകളെ പരിപാലിച്ചാൽ അവന് സ്വർഗത്തിലൊരു ഭവനമുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിത്യജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന എത്രയോ സുന്നത്തുകളുണ്ട്. ഓരോ ദിവസവും ഒരു 12 റക്അത്ത് സുന്നത്തു നിസ്കാരം ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ, ഉമ്മമാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരെ, സ്വർഗത്തിൽ അല്ലാഹു ഒരു ഭവനം നൽകുമെന്നാണ്. ഏതാണ് ആ 12 റക്അത്ത് നിസ്കാരങ്ങൾ? ളുഹർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, ളുഹർ നിസ്കാരത്തിന് ശേഷം 4 റക്അത്ത് സുന്നത്ത്, മഗ്രിബ് നിസ്കാരത്തിനു ശേഷം 2 റക്അത്ത് സുന്നത്ത്, ഇശാ നിസ്കരിച്ച ശേഷം 2 റക്അത്ത് സുന്നത്ത്. പതിവാക്കിയാൽ സ്വർഗത്തിലൊരു ഭവനമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ളുഹറിന് മുമ്പ് 4, ശേഷം 4, മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2, സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. മുഴുവൻ 12 റക്അത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് സ്വർഗത്തിൽ നാളെ ഭവനം തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊന്നും ഇല്ല എന്നല്ല. അതിനപ്പുറം സുന്നത്തുകളെ പരിപാലിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മറ്റൊരു ഹദീസ് കാണാം. ളുഹറിന് മുമ്പ് ശേഷം സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കുന്നയാൾ, ളുഹർ നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത്, ളുഹർ നിസ്കരിച്ച ശേഷമുള്ള സുന്നത്ത് അത് പതിവാക്കുന്നയാൾ, അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമോ? അയാൾ നരകത്തിന് ഹറാമാണെന്ന്, നരകം അയാളെ തൊടില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ളുഹർ നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം മഹാന്മാരായ മുഹദ്ദിസുകൾ, വിവിധങ്ങളായ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ളുഹർ നിസ്കാരത്തിന് മുമ്പും ശേഷവും സുന്നത്ത് നിസ്കരിച്ചാൽ അള്ളാഹു അയാൾക്ക് നൽകുന്ന പ്രതിഫലം, അയാളുടെ ശരീരം നരകം തൊടുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ ഭാഗ്യമാണ്! നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്പസമയം നമ്മൾ ഓരോ ദിവസവും മാറ്റിവെച്ചാൽ, ഒരല്പസമയം നിത്യജീവിതത്തിൽ ചെയ്യേണ്ട സുന്നത്തുകളുടെ ഭാഗമായി പോലും മാറ്റിവെച്ചാൽ നരകത്തിൽ നിന്നുള്ള കാവൽ നമുക്ക് ലഭിക്കും. നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത്, നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ? അള്ളാഹു നമ്മയൊക്കെയും നരകത്തിൽ നിന്ന് സലാമത്താക്കി തരുമാറാകട്ടെ, നരകത്തിൽ നിന്ന് സലാമത്താക്കി തരുമാറാകട്ടെ, നരകത്തിൽ നിന്ന് സലാമത്താക്കി തരുമാറാകട്ടെ. ഒരു മനുഷ്യൻ 3 തവണ നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചാൽ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. നരകത്തെ തൊട്ടൊരു മനുഷ്യൻ 3 തവണ കാവൽ ചോദിച്ചാൽ 4ാമത് നരകം പറയുമെന്നാണ്, അല്ലാഹ് അവനെ നീ നരകത്തിലിടല്ലേ അല്ലാഹ്.
നരകത്തിലേക്ക് പ്രവേശിപ്പിക്കല്ലേ അല്ലാ. എത്ര സമയം വേണം? ഒരു ദിവസം ഒരാൾ 3 തവണ നരകത്തിൽ നിന്ന് കാവല് ചോദിക്കാൻ എത്ര സമയം വേണം? അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. 1 മിനിറ്റ് നമ്മൾ തികച്ചെടുത്തിട്ടില്ല. 1 മിനിറ്റ് തികച്ച് നമ്മൾ എടുത്തിട്ടില്ലല്ലോ. അള്ളാഹുവിനോട് ചോദിക്കാൻ മനസ്സു കാണിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അത്രയും വലുതാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണെന്ന് മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു തരുകയാണ്. ആ മുൻഗാമികൾ അവർ സ്വർഗത്തെ തെരഞ്ഞെടുത്തു, നരകത്തെ അകറ്റി നിർത്തി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി ആഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. അവരുടെ തെരഞ്ഞെടുപ്പ് സ്വർഗമായിരുന്നു. ഞങ്ങൾ സ്വർഗം തെരഞ്ഞെടുക്കുകയാണ്. നരകത്തിലേക്കുള്ള വഴികളെമ്പാടും തുറന്നുവിടുന്ന നേരത്തും അവര് സ്വർഗം തെരഞ്ഞെടുക്കുകയാണ്. അല്ലാ, നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതാലോചിച്ചവര് പാതിരാവുകൾ വിങ്ങി വിങ്ങി കരയുകയാണ്. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുകയാണ്, തങ്ങളെ എന്തിനാണ് മുഖം വാടിയിരിക്കുന്നത്? അങ്ങയെ പ്രയാസപ്പെടുത്തുന്നത് എന്താണ് തങ്ങളെ? ഉടനെ മറുപടി പറയുകയാണ്, സ്വഹാബാ, നാളെ ഞാൻ എത്തിച്ചേരുന്ന വീടെവിടെയാണ് സ്വഹാബാ? അല്ലാഹു നമുക്ക് 2 ഭവനങ്ങളെ ഒരുക്കി വെച്ചിട്ടില്ലേ സ്വഹാബാ? ഞാൻ എവിടെയാണ് എത്തിച്ചേരുന്നത് സ്വഹാബാ? സയ്യിദുനാ സിദ്ദീഖ് തങ്ങൾ ആരാണ്? സ്വർഗത്തിലും നിങ്ങൾ എന്റെ കൂട്ടുകാരനാണെന്ന്, സ്വർഗത്തിലും സിദ്ദീഖിന്റെ കൂട്ടുകാരനാണെന്ന്, എന്റെ റഫീഖാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉറപ്പ് കിട്ടിയ സിദ്ദീഖ് തങ്ങള് അല്ലാഹുവിന്റെ നരകമാലോചിച്ച് കരയുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ഞാൻ ഈ പരിസരങ്ങളിൽ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നില്ല. പാതിരാവ് കിടന്ന് കരയുകയാണ്, അല്ലാ, നീ എന്നെ വിധിക്കുന്ന ദിവസം എനിക്ക് നീ അഫു ചെയ്യണേ അല്ലാ. ആരാണ്? സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. ഉമറേ, നിങ്ങളുടെ ഭവനം ഞാൻ സ്വർഗത്തിൽ കണ്ടിട്ടുണ്ട് ഉമറേ. നിങ്ങളുടെ ഗാംഭീര്യം ആലോചിച്ചപ്പോ ഞാൻ അതിലേക്ക് കടന്നില്ല ഉമറേ. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത പറഞ്ഞ ഉമർ അവരല്ലാഹുവിനെ പേടിച്ചു കരയുകയാണ്. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ ചാരത്തുകൂടി നടക്കുമ്പോ നിലവിളിക്കുകയാണ്, അല്ലാഹ്, ഞാൻ ഈ മണ്ണിലേക്കാണല്ലോ മടങ്ങേണ്ടത്, ഞാൻ ഇവിടേക്കാണല്ലോ തിരിച്ചു വരേണ്ടത്, എന്റെ ശരീരം ഇവിടെയാണല്ലോ അടക്കുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഖബർ കണ്ട് കരഞ്ഞ ചരിത്രങ്ങൾ എത്രയാണ്. നമ്മുടെ ജുമുഅത്ത് പള്ളിയുടെ ചാരത്ത് നമ്മൾ എത്രയോ ദിവസങ്ങളിൽ പല ഖബർസ്ഥാനുകൾ കാണുന്നില്ലേ? പലരെയും നമ്മൾ വെട്ടിമൂടിയിട്ടില്ലേ? നമ്മുടെ ഉമ്മ ഉപ്പമാരുടെ ഖബർ കാണുന്നില്ലേ? പുതിയ ഖബറുകൾ കിളച്ചിട്ടിരിക്കുന്നത് കാണുന്നില്ലേ? നമ്മെക്കാൾ പ്രായം കുറഞ്ഞ പലരും അതിലേക്ക് പോയിട്ടില്ലേ? നമ്മളെക്കാൾ നമ്മുടെ കൂടെ ജീവിച്ച പലരും ഖബറിലേക്ക് ചെന്നു ചേർന്നിട്ടില്ലേ? ഹൃദയത്തിലൊന്ന് കൈവച്ചുകൊണ്ട് കൽബിലൊന്ന് തട്ടിക്കൊണ്ട് ചോദിക്കു സഹോദരാ, പള്ളി ഖബർസ്ഥാന്റെ ചാരത്ത് നടന്നുപോയ ഏതെങ്കിലും ഒരു നേരത്ത് അല്ലാഹ്
നാളെ ഞാൻ ഇങ്ങോട്ട് വരേണ്ടതാണല്ലോ എന്ന ചിന്ത കൊണ്ട് കൽബ് പൊട്ടിയിട്ടുണ്ടോ? മുൻഗാമികൾക്ക് ഈ ഭവനമാണിന്നുള്ളത്, അതിലേക്കു തന്നെ നമ്മളും ചെല്ലുന്നത്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. പടച്ചവനെ, എൻ്റെ വല്യുപ്പമാര് കിടക്കുന്ന മണ്ണ്, എൻ്റെ കൊച്ചാപ്പമാരെളാപ്പമാര്, ഉമ്മമാര്, ഉമ്മാമമാര്, എൻ്റെ പ്രിയപ്പെട്ട പലരും ചേർന്നു കിടക്കുന്ന ഈ 6 അടി മണ്ണ് നാളെ എന്നെയും ജനങ്ങൾ താങ്ങിക്കൊണ്ടുവന്ന് കിടത്തുന്നത് ഇവിടെ ആയിരിക്കില്ലേ? അന്നത്തെ ദിവസം എനിക്ക് പ്രതീക്ഷിക്കാൻ എന്താണുള്ളത്? ആരാണ് കരയുന്നത്? ജന്നത്തുൽ ബഖീഇന്റെ ചാരം നടന്നു പോകുന്ന നേരത്ത് സയ്യിദുനാ ഉസ്മാൻ, അവരെ പോലൊരാള് ചരിത്രത്തിലില്ല. ഒരു നബിയുടെ 2 മക്കളെ വിവാഹം ചെയ്തയാൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടയാൾ, മലക്കുകൾ പോലും ലജ്ജിച്ചു പോകുന്ന ലജ്ജയുള്ളയാൾ, അല്ലാഹു പ്രിയപ്പെട്ട ഉസ്മാൻ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അവര് കരഞ്ഞത് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ദിവസം ആലോചിച്ചാണ്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ മദീനത്തെ പള്ളിയിൽ നിന്ന് കാണുകയാണ്. കരഞ്ഞൊലിച്ച കണ്ണുകളാണ്. സ്വഹാബത്ത് അടുത്തേക്ക് ചെല്ലുകയാണ്. അലിയേ, അലിയേ, കരയുന്നതെന്തിനാണ് അലിയേ? അലി ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിൽ അടയാളപ്പെടുത്തപ്പെടാൻ പെരുമയുള്ള നേതാവാണ്. സയ്യിദുനാ അലിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നപ്പോ സ്വഹാബത്ത് ചോദിക്കാണ്, അലിയേ, നിങ്ങൾ കരയുന്നതെന്തിനാണ്? അവിടുന്ന് പറഞ്ഞു, ഖുർആൻ എന്നെ കരയിച്ചു കളഞ്ഞു സ്വഹാബാ. പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് കരയുകയാണ്. എന്നെ കരയിച്ചതെന്താണെന്നറിയോ? അല്ലാഹു പറയുന്നില്ലേ സ്വഹാബാ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളെയാണെന്ന്, അവൻ മുത്തഖീങ്ങളുടെ അമലുകളാണ് സ്വീകരിക്കുന്നതെന്ന്, അവൻ അല്ലാഹുവിങ്കൽ ഖബൂൽ ചെയ്യുന്ന ആളുകൾ മുത്തഖീങ്ങളാണെന്ന് ഖുർആൻ പറയുന്നില്ലേ സ്വഹാബാ? അലിയു മുത്തഖിയാണോ? അലിയു മുത്തഖിയാണോ? അലിയ തഖ്വയുള്ളവനാണോ? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. സ്വഹാബത്ത് ചോദിച്ചു, അലിയേ, അങ്ങല്ല തഖ്വയുള്ള ആളെങ്കിൽ പിന്നെ ആരാണ് അലിയേ തഖ്വയുള്ളയാൾ? നിങ്ങൾ ആരാണ് അലിയേ? മുസ്തഫായ നബി തങ്ങളുടെ കരളിന്റെ കഷ്ണം നിങ്ങളെ ഏൽപ്പിച്ചു തന്നതല്ലേ? ഫാത്തിമത്തുൽ ബത്തൂൽ നിങ്ങളുടെ കൂടെയല്ലേ? കരളിന്റെ കഷ്ണത്തെ കയ്യിൽ ഏൽപ്പിച്ചല്ലേ നബി തങ്ങൾ പോയത്? അലിയേ, നിങ്ങൾ ആരാണ് അലിയേ? ആകാശഭൂമികളെല്ലാം നോക്കി നിന്നൊരു ദിവസം, ആകാശത്തെ മലക്കുകളൊക്കെയും നോക്കി നിന്നൊരു ദിവസം, ജിബ്രീലും മീകാഈലും നോക്കി നിന്ന ദിവസം, അല്ലാഹുവിന്റെ റസൂലിന്റെ കിടക്കപ്പായയിൽ സധൈര്യം കയറിക്കിടന്ന നേതാവല്ലേ അലിയേ? വീട് വളഞ്ഞു മക്കയിലെ മല്ലന്മാര് കൊല്ലാൻ കാത്തുനിന്നൊരു രാത്രിയില്ലേ? കയ്യിൽ കിട്ടുന്നവർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊന്നുകളയണമെന്ന് മക്കയിലെ ഓരോ കുടുംബത്തിൽ നിന്നും ചുറുചുറുക്കുള്ള യുവാക്കളെ എടുത്തിട്ട് അവർക്ക് ആയുധം കൊടുത്തിട്ട് മക്കയിലെ നബി തങ്ങളുടെ വീട് വളഞ്ഞിട്ട് അതിന്റെ പുറത്ത് ജനങ്ങൾ കാവല് നിന്നില്ലേ?
പാതിരാവിലെ നബി തങ്ങൾ വരുമ്പോ കൊന്നുകളയാൻ അവര് കാത്തുനിന്നില്ലേ? വീട് വളഞ്ഞ് കാത്തുനിന്ന മല്ലന്മാരുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന നേരം എനിക്ക് പകരം ഈ കിടക്കയിൽ കിടക്കുമോ അലിയേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണം പതിയിരുന്ന രാവിലെ, ഏതാളും കയറി ആക്രമിക്കാവുന്ന രാവിലെ, ആരുടെ വാൾത്തലപ്പും വീഴാവുന്ന രാത്രിയില് മുസ്തഫായ നബി തങ്ങളുടെ രൂപസാദൃശ്യത്തോടെ കട്ടിലിൽ കയറി കിടക്കാൻ ധൈര്യം കാണിച്ച ലോകം കണ്ട ധീരതയുടെ അടയാളമേ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. മലക്കുകൾ ആ കാഴ്ച കണ്ടമ്പരന്നു നിന്നില്ലേ? ഹിജ്റയുടെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കിടക്കപ്പായയില് സധൈര്യം കയറിക്കിടന്ന അലിയല്ലേ? അതാ മലക്കുകൾ കൂട്ടിരുന്ന അലിയല്ലേ? ഖൈബറിന്റെ കോട്ടവാതിൽ പിടിച്ചളക്കിയ നേതാവല്ലേ അലിയേ? കരയരുത് അലിയേ, നിങ്ങളല്ല മുത്തഖിയെങ്കിൽ പിന്നെ മുത്തഖി ആരാണ് അലിയേ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ആലോചിക്കുമോ? ഖുർആൻ ഓതിയിട്ട് കരഞ്ഞോ? കണ്ണു നിറഞ്ഞോ? അല്ലാഹുവിന്റെ കലാം കൊണ്ട് നമ്മുടെ ഖൽബ് കുലുങ്ങിയോ? നമ്മളൊക്കെ എത്രയോ നിസ്സാരമായ ജീവിതത്തിന്റെ ഉടമകളാണ്. ഹറാം കണ്ട് 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 ആസ്വദിച്ച് കണ്ണും കാലും ഖൽബുമെല്ലാം ഹറാമിൽ ആണ്ടുപോണ്ടവരാണ്, ഹറാമിൽ ലയിച്ചു പോയവരാണ്, ഹറാം ചിന്തിക്കുന്നവരാണ്. തെറ്റു ചെയ്യാത്തൊരവയവം നമ്മുടെ പക്കലില്ല, തെറ്റാസ്വദിക്കാത്ത ഒരു നേരമില്ല. എത്രയാണ് നമ്മളൊക്കെ തൗബ ചെയ്യേണ്ടത് മുഅ്മിനീങ്ങളെ. നമ്മുടെ മുൻഗാമികളാകുന്ന ബുദ്ധിമാന്മാർ അവര് സ്വർഗം തെരഞ്ഞെടുത്തതുപോലെ, അല്ലാഹുവിനെ തെരഞ്ഞെടുത്തതുപോലെ, ഹബീബായ നബി തങ്ങളെ തെരഞ്ഞെടുത്തതുപോലെ നമ്മളും തെരഞ്ഞെടുത്തോ? ദുനിയാവിന്റെ ചിന്തകളിൽ നിന്നകന്നിട്ട് ഏതു കാര്യം നമ്മൾ ചെയ്യാനൊരുങ്ങുമ്പോഴും എൻ്റെ പ്രയോറിറ്റി ആഖിറമാണ്. എൻ്റെ ജീവിതം ഇവിടെ തീരാനുള്ളതാണ്. എൻ്റെ ശരീരം ഒരു നാൾ ഇവിടെ നിന്ന് മടങ്ങാനുള്ളതാണ്. എൻ്റെ ശ്വാസം നിലയ്ക്കാനുള്ളതാണ്. എൻ്റെ കാഴ്ച തീർന്നു പോകുന്നതാണ്. എൻ്റെ കേൾവി അവസാനിക്കുന്നതാണ് എന്ന് ചിന്തിച്ച് ജീവിച്ചോ? നമ്മുടെ നാവ് കൊണ്ട് ആരെയും കുറ്റം പറയണ്ട, തെറി പറയണ്ട, ഹറാമ് പറയണ്ട, ഗീബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട, ഫിത്ന പറയണ്ട. പലരും നരകത്തിലേക്ക് വീഴുന്നത് മുഖം കുത്തിയാണ്. അതിൻ്റെ കാരണം അവരുടെ നാവ് അവരെ നശിപ്പിച്ചു കളഞ്ഞു, അവരുടെ വർത്തമാനങ്ങൾ അവരെ നശിപ്പിച്ചു കളഞ്ഞു. അതേ, അവരുടെ അമലുകളെല്ലാം പരലോകത്തെത്തുമ്പോ ധൂളി ധൂളിയായിപ്പോയി. അങ്ങനൊരവസ്ഥ വരരുത്. 5 നേരം നിസ്കരിച്ചിട്ട് ഇബാദത്ത് ചെയ്തിട്ട് മറ്റുള്ളവരുടെ ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, ഫിത്ന പറഞ്ഞു, ഫസാദ് പറഞ്ഞ് നമ്മുടെ അമല് കളയണ്ട. ഒരാളെക്കുറിച്ചും മോശമായ ചിന്ത വേണ്ട. ഒരാളെക്കുറിച്ചും അല്ലാഹു പൊരുത്തപ്പെടാത്ത വിചാരം വേണ്ട. നമ്മൾ നന്നായി നമ്മുടെ കാര്യം നോക്കി ജീവിച്ചോ? റബ്ബ് ഹറാമാക്കിയതിലേക്ക് കടക്കണ്ട, ഹലാലായതിനെ തിരഞ്ഞെടുത്തോ? നാവുകൾ കൊണ്ടുള്ള സംസാരങ്ങളുടെ നേരത്ത് ദിക്റ് തിരഞ്ഞെടുത്തോ?
നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ ഒരു ദിവസം നമ്മൾ കുത്തുന്ന കുത്തല് മാത്രമല്ല, ആ പ്രത്യേകമായ മെഷീനിൽ കൈയമർത്തുന്നത് മാത്രമല്ല, എല്ലാ ദിവസവും നമുക്ക് തെരഞ്ഞെടുക്കാനുണ്ട്. നല്ല വാക്ക് തെരഞ്ഞെടുത്തോ, നല്ല കാഴ്ച തെരഞ്ഞെടുത്തോ, നല്ല ചിന്ത തെരഞ്ഞെടുത്തോ, നല്ല നടത്തം തെരഞ്ഞെടുത്തോ, നല്ല വർത്തമാനങ്ങളുടെ ഭാഗമായിക്കോ, അല്ലാഹുവിനെ തെരഞ്ഞെടുത്തോ, ഭക്ഷണത്തിൽ ഹലാല് തെരഞ്ഞെടുത്തോ, അതുപോലെ വസ്ത്രത്തിൽ ഹലാല് തെരഞ്ഞെടുത്തോ, എല്ലാ വിഷയങ്ങളിലും അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലാണോ? ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ലാ. അല്ലാഹു പൊരുത്തപ്പെട്ടവരായി നിസ്കാരം നിലനിർത്തി അല്ലാഹുവിന്റെ സ്മരണയിലായി നല്ല ജീവിതത്തിന്റെ ഭാഗമായിക്കോ, പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടോ. നാളെ ദുനിയാവ് അവസാനിക്കുമെന്ന ചിന്ത കൽബിൽ കുറിച്ചോ. ചെറുപ്പക്കാരെ, തൗബ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ തൗബ ചെയ്തോ. ഖൈറു ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഖൈറു ചെയ്തോ. മക്കളെ നല്ലാക്കി വളർത്തിക്കോ, മക്കളെ നല്ലതുപോലെ വളർത്തിക്കോ. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മക്കളുടെ സ്കൂളുകൾ, അതുപോലെ മദ്രസകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലതും അവധിയിലാണ്. ആ മക്കളെ നല്ല ശീലം പഠിപ്പിക്കണം. തഹജ്ജുദിൻ്റെ നേരത്ത് അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. കാരണം അവർക്ക് വേറെ വലിയ ജോലിയൊന്നും ഇല്ലാത്ത നേരമാണ്, വെക്കേഷനാണ്. നമ്മുടെ മക്കളെ തഹജ്ജുദ് പരിശീലിപ്പിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ്. ളുഹ പരിശീലിപ്പിക്കാൻ പറ്റിയ സമയമാണ്. റവാത്തിബുകൾ പരിശീലിപ്പിക്കാൻ പറ്റിയ സമയമാണ്. അതൊക്കെ പരിശീലിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണ്! എൻ്റെ മോനെ നരകത്തിലേക്ക് പോകാതെ, എൻ്റെ മകൻ്റെ ശരീരം നരകത്തിലെത്താതെ കാത്തു സൂക്ഷിക്കാൻ ലഭിക്കുന്ന അവസരമല്ലയോ? നമ്മുടെ മക്കള് 60 ദിവസം തഹജ്ജുദ് നിസ്കരിച്ചാൽ സ്കൂള് തുറക്കുന്ന നേരമാകുമ്പോഴും രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ, രാവിലെ പഠിക്കാൻ എഴുന്നേൽക്കാൻ അവരൊരു പ്രയാസവും തോന്നുന്നില്ല, അവനൊരു ബുദ്ധിമുട്ടും വരികയില്ല. ഓ ഉമ്മമാരെ, ഖുർആൻ അറിയാത്ത മക്കളുണ്ടെങ്കിൽ അവരെ അത് പഠിപ്പിച്ചോ. നല്ല മാർഗത്തിൽ അവരെ പറഞ്ഞേച്ച് ആഖിറവും ദുനിയാവും കിട്ടുന്ന മക്കളാക്കി വളർത്തിക്കോ. നമ്മുടെ പള്ളിയിൽ ദർസുണ്ട്, അൽഹംദുലില്ലാ. നമ്മുടെ മുദരിസ് ബഹുമാനപ്പെട്ട റാസി ഉസ്താദ് നല്ല വിദ്യാഭ്യാസമുള്ള എംകോമുകാരനാണ്. MBA കഴിഞ്ഞ ആളല്ലേ? എംകോം കഴിഞ്ഞ ആളാണ്, അൽഹംദുലില്ലാ. ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഉസ്താദ് PhDയുടെ ഫ്രെയിംവർക്കിലാണുള്ളത്. അള്ളാഹു വലിയ ഉന്നതമായ വിജയങ്ങളും മാർഗങ്ങളും അള്ളാഹു തുറന്നു നൽകുമാറാകട്ടെ. ഉസ്താദ് ദർസ് നടത്തുന്നു. നിങ്ങളുടെ പള്ളിയിൽ ദർസ് നടത്തുന്നത് ആലിമാണ്, അതിനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ബാക്കവിയാണ്, ഹൈത്തമിയാണ്. അതോടൊപ്പം തന്നെ MCOM ഒക്കെ കഴിച്ച നല്ല വിദ്യാഭ്യാസമുള്ള നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അതേ ക്വാളിഫിക്കേഷനുള്ള ഉസ്താദുമാരാണ് ഇന്ന് മഹല്ലത്തുകളിലെ ഇമാമിയങ്ങളായി നിൽക്കുന്നത്. എന്നാൽ നമുക്കൊരു കുറവാണ്, നമ്മളെ മക്കളെ അങ്ങോട്ട് പറഞ്ഞുവിടാൻ. നമ്മുടെയൊക്കെ നാട്ടിൽ കിട്ടിയ ഇത്തരം അവസരങ്ങൾ, നല്ല വിദ്യാസമ്പന്നരായ ഉസ്താദുമാർ, ഇത്തരം ഉസ്താദുമാരെ ദർസിലൊക്കെ വിട്ടാൽ അവർക്ക് സ്കൂൾ വിഷയത്തിൽ ഒരു പ്രശ്നം വന്നാൽ, പഠിക്കാൻ ഒരു പ്രയാസം തോന്നിയാൽ, MCOMകാരനാണ് പ്രത്യേകിച്ച്, +1 പഠിക്കുന്ന വിദ്യാർത്ഥി, ഉസ്താദെ എനിക്ക് ബിസിനസ് സ്റ്റഡീസ് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ മൂപ്പർക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല, മറ്റേതെങ്കിലും സബ്ജക്റ്റ് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരേ സമയം 2 വിദ്യാഭ്യാസവും ലഭിക്കുന്ന അവസരം നമ്മുടെ നാടുകളിലെ പള്ളികളിൽ തന്നെ ഉണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാരായ രക്ഷകർത്താക്കൾ ചിന്തിക്കാനാ, ഈ 2 മാസമെങ്കിലും നമ്മുടെ മക്കളെ ഉസ്താദിൻ്റെ അരികിലേക്കൊക്കെ വിട്ടിട്ട് നല്ല ദീന് പഠിപ്പിക്കാൻ നമ്മുടെ മക്കളെ നന്നാക്കി വളർത്തിയെടുക്കാൻ നമ്മളൊക്കെയും തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവരെ ഈമാനിൽ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. ഇതിന് നല്ല അവസരം ഇനി എവിടെ, നാട്ടിൽ നിന്ന് പുറത്തെങ്ങും പോകണ്ട, ഇവിടെ തന്നെ നല്ല അവസരങ്ങൾ കിട്ടും. നല്ല മിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്ക് ഇന്ന് കേരളത്തിൽ
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപന സമുച്ചയങ്ങൾ എത്രയാണ്. നമുക്കിഷ്ടപ്പെട്ട സ്ഥാപനങ്ങളിൽ തന്നെ പഠിക്കാൻ, ഏത് സ്ട്രീമും പഠിക്കാനുള്ള സാഹചര്യമുള്ള അവസരമുള്ള കാലമാണ്. അവർക്കെന്തും പഠിക്കാം. അഭിമാനത്തോടുകൂടി ഇന്ന് എത്രയോ ആളുകൾ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്നവർ വിവിധ ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ പഠിച്ച് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും JRFും നെറ്റുമൊക്കെ വാങ്ങുന്ന ഓരോ ദിവസവും നമ്മൾ വായിക്കാറില്ലേ? എത്രയാണ് കുട്ടികൾ. നമ്മുടെ മക്കളെയൊക്കെ അങ്ങനെ ആക്കണം എന്ന്, നല്ല ദീനീബോധമുള്ള മക്കളാക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. അവരുടെ ഈമാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അവരുടെ ഈമാൻ കെട്ടുപോകും. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികൾ ലോകത്തുള്ള മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ മുഖ്ലിസീങ്ങളായ മുൻഗാമികളെ മുഴുവനും കാഫിറാക്കി മുശ്രിക്കാക്കിയ ആളുകളാണ്. 2 ദിവസം മുമ്പ് കേരളത്തിൽ നടന്നൊരു സംവാദം, അങ്ങനെ ലോകത്തുള്ള മുഅ്മിനീങ്ങളെ സ്വഹാബത്ത് മുതൽ ഇങ്ങോട്ടുള്ള മുൻഗാമികളെ ഒക്കെ കാഫിറും മുശ്രിക്കും ആക്കിയ ആളുകൾ തമ്മിലൊരു സംവാദം. ഞങ്ങളിൽ ആരാണ് മുസ്ലിം എന്ന് തീരുമാനിക്കാൻ. ആദ്യം മുസ്ലിം ഉമ്മത്തിനെ മൊത്തം കാഫിറും മുശ്രിക്കും ആക്കി. ഇപ്പം അവർ തമ്മിൽ അടിയാണ്. ആകെ 7 ആളുള്ളതിൽ 3 പേര് മുശ്രിക്കും, ബാക്കി 4 ആള് മുസ്ലിമും. നഊദു ബില്ലാഹ്. ഈ മഖാമുകളിലൊക്കെ കിടക്കുന്ന മഹത്തുക്കളെ കുറവാക്കി കണ്ടവർ, അവരുടെ പദവിയും അവരുടെ അള്ളാഹു നൽകിയ വിലായത്തും കറാമത്തും ഒക്കെ പരിഹസിച്ചവർ, ഇന്ന് സ്വന്തം കൂട്ടത്തിലുള്ള ആളുകളെപ്പോലും മുശ്രിക്കീങ്ങളാക്കി കാഫിരീങ്ങളാക്കി തള്ളാൻ സംവാദം നടത്തുന്ന കാലത്ത് തുറന്നു ചിന്തിക്കാനാണ്, ഉണർന്നു ചിന്തിക്കാനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. അള്ളാഹുവിൻ്റെ മാർഗം സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിക്കണം. ഔലിയാക്കളും സാലിഹീങ്ങളും, ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്, അവരവരുടെ മസാറുകളിൽ അള്ളാഹു നൽകിയ രാജകീയമായ പദവികളിൽ വിരാജിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽ പ്രമുഖനായ ആൾ, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ടയാളാണ് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷം കിട്ടിയ സ്വഹാബിയാണ് മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل على حبيبك خير الخلق كلهم. ഒരുപാട് പ്രത്യേകതകളുള്ള സ്വഹാബിയായിരുന്നു ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. ഇതേപോലെ ശവ്വാല് മാസത്തിലാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൻ്റെ ഇടയിലാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കൾ ഉണ്ടാക്കിയ ട്രാപ്പിലേക്ക് പോകുന്നത്. ഹബീബായ നബി തങ്ങളെ ചതിക്കുഴിയിൽ പെടുത്താൻ ശത്രുക്കൾ ഉണ്ടാക്കിയ കെണിയിലേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ എത്തിച്ചേരുന്ന നേരം ഹബീബായ നബി തങ്ങൾക്ക് താങ്ങായി തണലായി നിന്ന സ്വഹാബിയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മയെല്ലാം സ്വർഗത്തിലാക്കി നൽകുമാറാകട്ടെ. അശറത്തുൽ മുബശ്ശിരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. ഹബീബായ നബി തങ്ങളേകനായ നേരം ഹബീബായ നബി തങ്ങളുടെ അരികിൽ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉണ്ട്. നാലുപാട് നിന്നും ശത്രുക്കളോടി വരുന്ന നേരം മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, ത്വൽഹ ആയുധങ്ങളുണ്ടോ ത്വൽഹ? ഒരൊറ്റ മറുപടിയാണ് വന്നത്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾക്ക് എൻ്റെ ഉപ്പയും ഉമ്മയും ദണ്ണമാണ്. ഓ പ്രവാചക പ്രഭോ, അങ്ങയുടെ മുന്നിൽ നിൽക്കുന്ന ത്വൽഹ വീണുപോകാതെ
അങ്ങയുടെ ദേഹത്തൊരമ്പും തൊടുകയില്ല, ഒരു വാളും പതിക്കുകയില്ല, ഒരു ശത്രുവിന്റെ നിഴലും പറ്റുകയില്ല. ഉഹദിന്റെ മണ്ണിലതാ വീരേതിഹാസം രചിച്ച സ്വഹാബിയാണ്. ഹബീബായ നബി തങ്ങളെ മുന്നിലാണ് ചീറി വന്ന അമ്പുകളെല്ലാം, കുന്തങ്ങളെല്ലാം, വാളുകളെല്ലാം തന്റെ ദേഹം കൊണ്ട് തടുത്തിട്ടവരാണ്. ശരീരത്ത് മുറിവ് പറ്റാത്ത ഇടമില്ല. ദേഹത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് ശത്രുക്കളുടെ അമ്പുകൾ തറച്ച നേരത്തും വിളിച്ചു പറഞ്ഞത് ഫിദാക അബീ ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. അങ്ങകലെ ധന്യമദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുള്ളാവേ, കരയുന്ന കൽബാലെ ഒരു ദോഷി പാടുന്നു കേൾക്കാമോ യാ റസൂലേ, കേൾക്കാമോ യാ റസൂലേ. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഫിദാക അബീ വ ഉമ്മീ യാ ഹബീബല്ലാഹ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഫിദാക അബീ വ ഉമ്മീ യാ ഹബീബല്ലാഹ്. അന്ത ഹയ്യുൻ ഫീ ഖുലൂബിനാ, അന്ത ഹയ്യുൻ ഫീ ഖുലൂബിനാ, انظر حالنا يا رسول الله، انظر حالنا يا حبيب الله. അങ്ങകലെ ധന്യമദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുള്ളാഹേ, കരയുന്ന കൽബാലെ ഒരു ദോഷി പാടുന്നു കേൾക്കാമോ യാ റസൂലേ, കേൾക്കാമോ യാ റസൂലേ. എന്റെ സദസ്സൊന്ന് എഴുന്നേറ്റു നിൽക്കുമോ? ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. ചീറിപ്പാഞ്ഞു വരുന്ന അമ്പുകളുടെ മുന്നില്, വെട്ടാനോങ്ങി വന്ന വാളുകളുടെ മുന്നില്, വളഞ്ഞിട്ട് കൊല്ലാൻ വന്ന ശത്രുക്കളുടെ മുന്നില് എൻ്റെ ദേഹം അങ്ങയുടെ മുന്നിൽ പരിചയാണ് നബിയേ. എൻ്റെ ഉപ്പയും ഉമ്മയും അങ്ങേക്ക് ദണ്ണമാണ് നബിയേ. അങ്ങല്ലാതെ എനിക്ക് മറ്റൊരു തെരഞ്ഞെടുപ്പുമില്ല. അങ്ങയെ വിട്ടെൻ്റെ റൂഹ് അവസാനിക്കുന്നത് വരെ ഈ മണ്ണിൽ നിന്നും മടങ്ങില്ലെന്ന് സയ്യിദുനാ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്. 52 മുറിവുകൾ പറ്റിയ ദേഹമാണ്, മരണപ്പെട്ടില്ല. അതാ ജീവനല്ലാതെയെല്ലാം ഉഹദിൽ പോയ സ്വഹാബിയാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, സ്വഹാബാ, ഭൂമിയുടെ മേലെ നടന്നു പോകുന്ന ഷഹീദിനെ കാണണോ? നളറ ഇലാ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് എന്ന സ്വഹാബിയെ നോക്കിക്കോ. അവര് ഭൂമിയുടെ മേലെ ജീവിച്ചിരിക്കുന്ന ഷഹീദാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞവസാനിപ്പിക്കുകയാണ്. ഉഹദ് യുദ്ധം നടന്ന ശവ്വാലാണ്. ഹംസ റളിയല്ലാഹു അൻഹു അവിടുന്ന് ജീവത്യാഗം ചെയ്ത മാസമാണ്. മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ വീണുപോയ മാസമാണ്. അനസ് ബിൻ നദ്ർ തങ്ങൾ വീണ മാസമാണ്. അംർ ബിൻ ജമൂഹ്
തങ്ങൾ വിട പറഞ്ഞ മാസമാണ്. ഉഹദിൽ ഷഹീദായ മഹാന്മാരുടെ മാസമാണ്. അതുപോലെ മഹാരഥന്മാരായ ഔലിയാക്കളുടെ മാസമാണ്. ഇമാം ബുഖാരി തങ്ങൾ വിട പറഞ്ഞ മാസമാണ്. സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി തങ്ങൾ വിട പറഞ്ഞ മാസമാണ്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി വിട പറഞ്ഞ മാസമാണ്. അങ്ങനെ എത്രയെത്ര മഹാന്മാർ വിട പറഞ്ഞ മാസം. അല്ലാ, ഞങ്ങൾ പേര് പറഞ്ഞ സ്വഹാബിമാര്, ഞങ്ങൾ പേര് പറഞ്ഞ ഔലിയാക്കള്, ഞങ്ങൾ പറഞ്ഞ സ്വാലിഹീങ്ങള്, അവരുടെ എല്ലാം മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഖൽബ് ഈമാനിൽ ഉറപ്പിച്ചു നിർത്തിത്തരണേ അല്ലാ. ഇസ്തിഖാമത്ത് നൽകണേ അല്ലാ. യഖീനുള്ളവരാക്കണേ അല്ലാ. മഹാനായ സയ്യിദുനാ ത്വൽഹ റളിയല്ലാഹു അൻഹു പിന്നെയാണ് വഫാത്താകുന്നത്. അവർ വഫാത്തായി 30 കൊല്ലം കഴിഞ്ഞപ്പോ അവരുടെ മകള് സ്വപ്നം കാണുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മോള് രാത്രിയിൽ കാണുകയാണ്, മോളെ, ഉപ്പയുടെ ഖബറില് വെള്ളമെത്തിപ്പോയി, ഉപ്പാന്റെ ഖബറിൽ നനവ് പറ്റിപ്പോയി, അതുകൊണ്ട് എൻ്റെ ശരീരമെടുത്ത് മറമാടണം, ബാക്കിയൊരു സ്ഥലത്തേക്ക് മാറ്റിയടക്കണം. അതാ മകള് രാവിലെ എഴുന്നേൽക്കുകയാണ്, തുടർച്ചയായി സ്വപ്നം കാണുകയാണ്. ആ വീട്ടിലേക്ക് 2 പേര് വരികയാണ്. ചരിത്രമെഴുതിയ മഹാരഥന്മാർ രേഖപ്പെടുത്തുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാര് വരികയാണ്. അവർ ചോദിച്ചു, മോളെ, ഉപ്പ ഇന്നലെ രാത്രിയിൽ വന്ന് സ്വപ്നത്തിൽ പറഞ്ഞത് ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, വരൂ പരിഹാരം നൽകാം. രാജാവിൻ്റെ അടുക്കലേക്ക് പോയി, ഖലീഫ, ഞങ്ങൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അവര് അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ടവരാണ്, അവര് ബദരീങ്ങളിൽ പെട്ടവരാണ്, ഉഹദിൽ പെട്ടവരാണ്. അവര് മുസ്തഫായ നബി തങ്ങൾക്ക് പ്രിയപ്പെട്ട സ്വഹാബിയാണ്. അവരെ ഖബർ വെള്ളത്തിലാണ്. ഒന്ന് വരൂ. രാജാവ് അടിയന്തര മീറ്റിംഗ് വിളിക്കുകയാണ്. അതാ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറൊന്ന് തുറന്നു കിട്ടണം. ആ ഖബർ തുറക്കാനൊരുങ്ങുമ്പോ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്ന് ആളുകൾ ഓടിക്കൂടുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ തുറക്കുകയാണ്. ഖബറിന്റെ മണ്ണ് മാറ്റി 30 കൊല്ലം മുമ്പ് വിട പറഞ്ഞവരാണ്. ആളുകൾ നോക്കുമ്പോഴോ അവരുടെ മകള് പറയാണ്, എൻ്റെ ഉപ്പാന്റെ ദേഹത്തു നിന്ന് കസ്തൂരിയുടെ ഗന്ധം മറഞ്ഞിട്ടില്ല, കർപ്പൂരത്തിൻ്റെ ഗന്ധം മറഞ്ഞിട്ടില്ല. എല്ലാവരും വാസനിക്കുന്നത് കർപ്പൂരത്തിൻ്റെ ഗന്ധമാണ്. എല്ലാവരുടെയും ഉള്ളിലേക്ക് വരുന്നത് കർപ്പൂരത്തിൻ്റെ മണമാണ്. തൊട്ടു മുമ്പ് ഖബറടക്കിയ ഒരാളുടെ ജനാസ എങ്ങനെയാണോ, ഒരു പതർച്ചയും ഇല്ല, ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് മാറ്റമേതുമില്ല. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ എടുത്തു. ആളുകൾ ഒന്നടങ്കം അതാ ആ വലിയ കാഴ്ച കണ്ടു. 30 കൊല്ലത്തിനു ശേഷം അവരുടെ ജനാസ മാറ്റി ഖബറടക്കിപ്പോയി. നമ്മുടെ നാടുകളിലൊക്കെ മറപ്പെട്ട മഹാരഥന്മാർ അവരവരുടെ ഖബറുകളിൽ രാജകീയമായി ഉറങ്ങുന്നവരാണ്. അല്ലാഹു അവർക്ക് വലിയ പദവി നൽകിയവരാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിലെ മസാർ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. നമുക്ക് വന്ന് റബ്ബിനോട് കൈനീട്ടി പറയാനുള്ള ഇടമാണ്. അല്ലാഹുവിലേക്ക് തവസ്സുലാക്കി പറയാനുള്ള ഇടമാണ്. അവരെ മുൻനിർത്തി ചോദിക്കാനുള്ള ഇടമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ മറപ്പെട്ടു കിടക്കുന്ന മഹത്തുക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം, അവരെ വല്ലാതെ സ്നേഹിക്കണം. അതുകൊണ്ട് ഈമാൻ സലാമത്തായി കിട്ടും. മരിക്കുന്ന നേരം തെളിഞ്ഞ ഈമാനോടെ മരിക്കാനത് കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉഹദിൽ പങ്കെടുത്ത നേരത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം
16 വയസ്സാണ്. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രായം 16 വയസ്സാണ്. പ്രായത്തിൻ്റെ പക്വത, പ്രായത്തിൻ്റെ തുടിപ്പ് മാറാത്ത സമയത്തും അള്ളാഹുവിൻ്റെ ഹബീബിനെ കൽബിൽ ചേർത്ത് വെച്ച നമ്മുടെ മുൻഗാമികൾ, അള്ളാഹു അവരുടെ ബറക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ.